1981 മാർത്തോമാ സഭയിലെ പട്ടക്കാരനായി പട്ടം കെട്ടിയതിനു ശേഷം എന്നെ ആദ്യമായി നിയോഗിച്ചത് ചെട്ട്പട്ടിലുള്ള പള്ളിയിലാണ്. മദ്രാസിലുള്ള ചെട്ട്പട്ട് പള്ളിയിലെ സഹവികാരിയായി ബഹുമാനപ്പെട്ട ഡോക്ടർ PJ ഫിലിപ്പ് അച്ഛനോടൊപ്പം ശുശ്രൂഷ ചെയ്യുവാനുള്ള സന്ദർഭമാണ് ഉണ്ടായത്. ആ സന്ദർഭത്തിൽ എൻ്റെ ഭദ്രാസന എപ്പിസ്കോപ്പ അഭിമന്യ തിരുമേനി ആയിരുന്നു. അതുകൊണ്ടാണ് തിരുമേനിയോടൊപ്പം ചേർന്ന് ശുശ്രൂഷ ചെയ്യുവാനുള്ള ഭാഗ്യം ലഭിച്ചത്. 2 വർഷത്തിന് ശേഷം ഒരു നാളിൽ തിരുമേനി എന്നോട് പറയുന്നു, അച്ഛൻ ചുങ്കത്തറ കോളേജിൽ പഠിപ്പിക്കാൻ പോകണം, അവിടെ ഒരു ഹിസ്റ്ററി അധ്യാപകനെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കൊരച്ഛനെ അവിടെ വെച്ചാൽ ഒരു ചാപ്ലൻസിയുടെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അച്ഛൻ അതിന് പോകാൻ സന്നദ്ധനാണോ താല്പര്യമാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ തിരുമേനിയോട് ഞാൻ പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രാവശ്യത്തെ ട്രാൻസ്ഫറിൽ എന്നെ ചുങ്കത്തറ സെൻറ്ററിലേക്ക് നിയമിക്കുകയും പിന്നീട് ഇൻ്റർവ്യൂ ചെയ്ത് എന്നെ അവിടെ ലെക്ചററായി നിയമിക്കുകയും ചെയ്തു. അതാണ് ചുങ്കത്തറ കോളേജിലേക്കുള്ള എൻ്റെ പ്രവേശനം. ചുങ്കത്തറ കോളേജ് ആ സമയത്ത് ഈ പറങ്കിക്കാടുകളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു കോളേജായിരുന്നു. ആ കോളേജിന് സെമി പെർമനൻറ്റ് ബിൽഡിങ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ലളിതമായ ഒരാരംഭമാണ് ആ കോളേജിനുണ്ടായിരുന്നത്. ഞാനവിടെ 1983 ചെല്ലുമ്പോൾ ആ കോളേജ് നല്ല തരത്തിൽ പ്രവർത്തിക്കുന്നൊരു കോളേജാണ്. അവിടെ ശുശ്രൂഷ ചെയ്യുന്ന അധ്യാപകരെല്ലാം തന്നെ തിരുമേനി പിക്ക് ചെയ്ത് ചൂസ് ചെയ്ത് വെച്ച അധ്യാപകരായിരുന്നു. തിരുമേനിക്ക് മദ്യപിക്കുന്നവരെയോ അല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ മാതൃകാദോഷമായി നടക്കുന്നവരെ ഒന്നും ശുശ്രൂഷയ്ക്ക് വേണ്ട. തിരുമേനി നിയമിച്ചത് മുഴുവനും വളരെ മാതൃകയുള്ള അധ്യാപകരെ ആയിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. എനിക്ക് ആ നല്ല അധ്യാപക ഗണത്തിലേക്ക് ഒരു പ്രവേശനമാണ് ലഭിച്ചത്. അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. VT കോശി അച്ഛൻ ഈശോമാർ തിമോത്തിയോസ് തിരുമേനി ആയ ഒരു പരിണാമം ഉണ്ട്. എനിക്ക് VT കോശി അച്ഛനെ ഒരുപാട് പരിചയം ഉണ്ടായിരുന്നില്ല. അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട്, അച്ഛൻ CSSMലൊക്കെ പ്രവർത്തിക്കുന്ന കാലഘട്ടം. എന്നാൽ ഈശോമാർ തിമോത്തിയോസ് തിരുമേനിയെ കുറച്ചുകൂടെ അറിയാനും തിരുമേനിയോടൊപ്പം പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള സന്ദർഭം ലഭിച്ചത് വിലയേറിയ സന്ദർഭമായി ഞാൻ കരുതുന്നു. തിരുമേനി കാലം ചെയ്തപ്പോൾ 1988 കാലം ചെയ്തപ്പോൾ തിരുമേനിയെ അനുസ്മരിച്ചുകൊണ്ടുള്ള ചില പുസ്തകങ്ങൾ അന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആ പുസ്തകങ്ങളിൽ 2 പുസ്തകങ്ങളുടെ തലക്കെട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വരികയാണ്. ഒന്ന് തണ്ടിന്മേൽ കൊളുത്തപ്പെട്ട ദീപം എന്നായിരുന്നു, മറ്റൊന്ന് നാട്ടുവഴികളിലെ നന്മ എന്നാണ്. ഈ 2 പുസ്തകങ്ങളുടെ ടൈറ്റിൽസ് മതി തിരുമേനിയെ നമുക്ക് നന്നായി ഓർക്കാൻ. ഇന്ന് ആരംഭത്തിൽ ഞാനവ ഓർക്കുകയാണ്. തണ്ടിന്മേൽ കൊളുത്തപ്പെട്ട ദീപം, നാട്ടുവഴികളിലെ നന്മ. തോന്നിയാമലയിലെ ഗ്രാമപ്രദേശത്ത് വളർന്ന് കാർഷിക പശ്ചാത്തലത്തിൽ വളരെ സുവിശേഷ തീഷ്ണതയോടുകൂടെ വീട്ടിൽ വളർന്ന പ്രിയപ്പെട്ട തിരുമേനി 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാനുള്ള താല്പര്യം അതൊക്കെ ഇവിടെ പറഞ്ഞു. തിരുമേനി തുടർന്ന് പത്തനംതിട്ട കോളേജിൽ ഇൻ്റർമീഡിയറ്റ് ആ കാലഘട്ടത്തിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. നന്നായി വായിക്കുകയും നന്നായി വളരാൻ താല്പര്യപ്പെടുകയും ചെയ്ത ഒരു തിരുമേനിയാണ്. ഈ വെളിച്ചം ഉള്ളിൽ പ്രകാശിക്കുകയാണ്. തിരുമേനിയുടെ ഉള്ളിൽ പ്രകാശം ഉണ്ടായിരുന്നത് കൊണ്ടാണ് തിരുമേനിയുടെ കണ്ണിൽ പ്രകാശം ഉണ്ടായിരുന്നത്. വെളിച്ചം കെട്ടുപോകാതിരിക്കാനും നന്മ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനുള്ള ഒരു പ്രതിബദ്ധത തിരുമേനിക്കുണ്ടായിരുന്നു. ഇന്നും ഈ ഒരു ധ്യാനത്തിൽ, ഈ ഒരു അനുസ്മരണ പ്രഭാഷണത്തിൽ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മിലെ ഉള്ളിലെ വെളിച്ചം കെട്ടുപോകാതിരിക്കാനും നന്മ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുമുള്ള വലിയ കൃപ ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ പലപ്പോഴായുള്ള ധ്യാനങ്ങളിലൊക്കെ
ഞാൻ പ്രധാനമായിട്ടും ഊന്നിയ ഒരു പ്രധാനപ്പെട്ട ശക്തീകരണം ഇൻറ്റീരിയോറിറ്റി ഓഫ് റിലിജിയൻ എന്നുള്ളതാണ്. മതത്തിൻ്റെ ആന്തരികത എന്നാണ്, വിശ്വാസത്തിൻ്റെ ആന്തരികത, ദ ഇൻറ്റീരിയോറിറ്റി ഓഫ് സ്പിരിച്വാലിറ്റി, ആധ്യാത്മികതയുടെ അകത്തേക്ക് പ്രവേശിക്കുന്ന സ്വാധീനം എന്നുള്ളതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതിൽ 5 ഡിസ്കോഴ്സസ് ആണ് എന്നാണ് പറയുക. യേശു കർത്താവ് പറഞ്ഞ 5 പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. 5-ാം അധ്യായത്തിലെ ഭാഗ്യവർണ്ണനകൾ 6ഉം 7ഉം അധ്യായങ്ങൾ ഒരുമിച്ച് ചേർത്ത്, 5, 6, 7 അധ്യായങ്ങൾ ഒരുമിച്ച് ചേർത്ത് നാം വായിക്കുന്ന പർവ്വത പ്രസംഗം, ഗിരിപ്രഭാഷണം ആദ്യത്തെ ഡിസ്കോഴ്സാണെങ്കിൽ, അവസാന ഡിസ്കോഴ്സസ് 23, 24 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് വോ സ്റ്റേറ്റ്മെൻറ്റ്സാണ്. അയ്യോ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട്, പരീശന്മാരും ശാസ്ത്രിമാരുമായുള്ളവരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുന്ന 7 കഷ്ടവർണ്ണനകളാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അഷ്ടഭാഗ്യങ്ങൾ എന്ന് നമ്മൾ സാധാരണ ഈ സർമൺ ഓൺ ദ മൗണ്ടിലെ ഭാഗ്യവർണ്ണനകളെക്കുറിച്ച് പറയും. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവന്മാർ എന്ന് തുടങ്ങി 8 എണ്ണം അവിടെ നമ്മൾ വായിക്കും. എന്നാൽ സൂക്ഷ്മമായ ഒരു വായനയിൽ നീതി സംബന്ധിച്ച് 2 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നീതി സംബന്ധിച്ചുള്ള പ്രസ്താവന ഒന്നായിട്ട് കണ്ടാൽ മതിയെന്നും, അതുകൊണ്ട് അഷ്ടഭാഗ്യങ്ങളല്ല സപ്തഭാഗ്യങ്ങളാണ്, 7 ഭാഗ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെന്നൊരു വായനയുണ്ട്. ആ വായനയോട് ചേർന്ന് ഞാനിന്നിവിടെ വന്നിരിക്കുന്ന പ്രബുദ്ധരായ, വചനത്തോട് താല്പര്യമുള്ള, ആത്മീയ താല്പര്യമുള്ള, ഒരു കരിസ്മാറ്റിക് എക്സ്പ്രഷന് താല്പര്യമുള്ള എൻ്റെ പ്രിയപ്പെട്ട സമൂഹത്തോട് ഞാൻ പറയുന്നു, നമുക്ക് വചനം അങ്ങനെയൊന്ന് കാണാൻ ശ്രമിക്കണം. If the first discourse was on the blessedness of the kingdom of God, the last discourse, അവസാനത്തെ ഡിസ്കോഴ്സ് പറയുന്നത് ദ ജഡ്ജ് ഈസ് അറ്റ് ദ ഡോർ എന്നാണ്. ഇതാ ന്യായാധിപൻ വാതിക്കലുണ്ട് എന്നാണ്. ആ ന്യായാധിപൻ്റെ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കുവാനുള്ള യോഗ്യത ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് തമ്മിൽ, ഇതിൻ്റെ മധ്യത്തിലുള്ള കാര്യമാണ് ഇൻറ്റീരിയോറിറ്റി ഓഫ് സ്പിരിച്വാലിറ്റി, ആധ്യാത്മികതയുടെ ആന്തരികത എന്ന് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ആധ്യാത്മികതയുടെ ആന്തരികത സംഭവിക്കുന്നില്ലെങ്കിൽ എല്ലാം കേവലം ചടങ്ങുകളായി മാറും. വളരെ വ്യക്തമായി ഇന്ന് അഭിമന്യ തിരുമേനിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മുടെ ഈ കൂട്ടായ്മ പോലും ഒരു ചടങ്ങായി മാറിപ്പോകരുത് എന്നാണ്. അങ്ങനെ ചടങ്ങായി മാറിപ്പോയാൽ ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈശോ മാർ തീമോഥെയോസ് തിരുമേനിയുടെ മെമ്മോറിയൽ ടോക്ക് എന്ന് പറയുന്നത് ഒരു ചടങ്ങായി മാറിപ്പോയാൽ എന്താണ് പ്രയോജനം? എങ്ങനെയാണ് തിരുമേനി ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്? നമ്മളോട് ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, അതായത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടവർ ഹാബേൽ ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പുണ്യാഹ രക്തം ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ധന്യരായ, നമുക്ക് നേതൃത്വം നൽകിയ നമ്മുടെ പിതാക്കന്മാർ നമ്മളോട് സംസാരിക്കുന്നതിന് നമ്മൾ അനുവദിക്കണം. ആ സംസാരം കേൾക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ കഷ്ടാവസ്ഥയിലേക്ക് നിബന്ധിച്ചു പോകാം. നമ്മളോട് വചനം സംസാരിക്കുകയും നമ്മെ ഉപദേശത്തിൽ നടത്തുകയും ചെയ്ത, നമുക്ക് മാതൃകയായി തീർന്ന നമ്മുടെ പിതാക്കന്മാരെ പ്രാർത്ഥന കാഴ്ചകളൊക്കെയിലും ഓർത്തവരെ പിന്തുടരുവാൻ ദൈവം നമുക്ക് കൃപ തരണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. എല്ലാ ആരാധനയിലും നമ്മളത് പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? ദൈവസുതർ നാം ആയിടുവാൻ ജീവികളായി നടന്നപ്പോൾ ഉപദേശിച്ചിട്ടുള്ളവരാം പുണ്യപിതാക്കളെ പ്രാർത്ഥന കാഴ്ചകളൊക്കെയിലും ഓർത്തവരെ പിന്തുടരണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പിന്തുടരാനുള്ള കാൽപാദങ്ങളെ നമ്മുടെ മുമ്പാകെ വെച്ചിട്ട് ഈ ഭൂമിയുടെ പരപ്പിൽ തങ്ങളുടെ കാൽപാദങ്ങളുടെ മുദ്ര പതിപ്പിച്ചിട്ട് പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കാൽപാദങ്ങളെ പിൻപറ്റുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, കർത്താവ് ഈ ഭൂമിയുടെ പരപ്പിൽ നടന്ന് കർത്താവ് സുവിശേഷം പ്രസംഗിച്ചിട്ട് പോലും അതിനോട് പ്രതികരണം കാണിക്കാതിരുന്ന ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നിരയുണ്ടായിരുന്നു. അവരോടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന്.
പ്രിയപ്പെട്ടവരെ, നമ്മളോട് കർത്താവ് നിങ്ങൾക്ക് ഭാഗ്യം എന്ന് പറയട്ടെ എന്നാണ് എൻ്റെ താല്പര്യം. ആധ്യാത്മിക ജീവിതം കേവല ബാഹ്യ ചടങ്ങുകളിലേക്ക് അധപ്പതിച്ചു പോകാതെ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ഉള്ളത്തിലേക്ക് വ്യാപരിക്കുന്ന ഒരു ദൈവിക ശുശ്രൂഷയായിട്ട് മാറണം. ആചാര്യ ഓഷോ ഒരിക്കൽ പറഞ്ഞു, ധ്യാനം എന്നത് ഉള്ളിലേക്ക് മിഴി തുറക്കുന്ന സന്ദർഭമാണ്, അകത്തേക്ക് കണ്ണു തുറക്കുന്നതാണ്. ധ്യാനം എന്ന് പറയുന്നത് അകത്തോട്ടുള്ള ഒരു സഞ്ചാരമാണ്. ഇറ്റ്സ് എ സുജോൺ ടു ദ ഇൻവേർഡ്, അകത്തേക്കുള്ള ഒരു സഞ്ചാരമാണ്. അപ്പോൾ അകത്തേക്കുള്ള ഒരു സഞ്ചാരം നമുക്കിന്നുണ്ടാകാൻ ദൈവമിടയാക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഫാദർ ഡോക്ടർ KM ജോർജ് അച്ഛൻ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പലായി തൻ്റെ ശുശ്രൂഷകൾ അവസാനിപ്പിച്ച ഭാഗ്യവാനായ ബഹുമാനപ്പെട്ട അച്ഛൻ, ഭാഗ്യസ്മരണീയൻ എന്നല്ല ഞാൻ പറഞ്ഞു, ഭാഗ്യവാനായ പ്രിയപ്പെട്ട അച്ഛൻ്റെ മനോഹരമായ ചില പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങളിൽ ഒന്ന് ഈ നാനാ വിചാരങ്ങൾ എന്ന അതിൻ്റെ ടൈറ്റിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അച്ഛൻ അതിനകത്ത് ഒരു ഭയസൂചന തരുന്നുണ്ട് അച്ഛൻ്റെ ഒരു ധ്യാനത്തിൽ. അത് ഞാനൊന്ന് ഇവിടെ പറഞ്ഞ് മുമ്പോട്ട് പോകാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അച്ഛൻ പറഞ്ഞു, നമ്മുടെ ജീവിതം ഒത്തിരി സുഖകരമാകുന്നതിന് വേണ്ടി ഒത്തിരി സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലമാണ് നമ്മുടെ കാലം, അല്ലേ? ഒരുപാട് സോഫ്റ്റ്വെയറുകൾ. ഈ സോഫ്റ്റ്വെയറുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ദൂരെ ഇരുന്നാലും അടുത്താണെന്ന് തോന്നുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് ഒന്ന് ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രങ്ക് ബുക്ക് ചെയ്യണമായിരുന്നു. ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് മണിക്കൂറുകൾ കാത്തിരിക്കണമായിരുന്നു. എന്നാൽ ഈ ഒരു 69 വയസ്സിൻ്റെ സഞ്ചാരവേളയിൽ ഞാൻ എന്തെല്ലാം കണ്ടു. ഇപ്പോൾ എൻ്റെ വിരൽത്തുമ്പിൽ എനിക്ക് ഒരാളിനെ കണ്ടുകൊണ്ട് സംസാരിക്കാനുള്ള ഒരു ടെക്നോളജി, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർസൊക്കെ നമ്മുടെ ജീവിതങ്ങളെ ഒത്തിരി സുഖകരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. തോന്യാമലയിൽ അഭിമന്യ തിരുമേനി നടന്ന നാട്ടുവഴികൾ ഇപ്പോൾ അവിടെ ജനിച്ചു വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ആ നാട്ടുവഴികളിലൂടെ അതുപോലെ നടക്കാൻ പറ്റുകയില്ല എന്നാണ് എൻ്റെ വിചാരം. പത്തനംതിട്ട കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ 1971 മുതൽ 78 വരെയുള്ള കാലങ്ങളിൽ പത്തനംതിട്ട കല്ലേലി ബാലഗോപാൽ ബസ്സിൽ ഇടിച്ചു കയറിയാണ് ഞാൻ കോളേജിൽ പോയിട്ടുള്ളത്. എന്തൊരു തള്ളായിരുന്നു, എന്തൊരു തിരക്കായിരുന്നു. പക്ഷേ അതിനകത്ത് മുമ്പിലുള്ള ഏതെങ്കിലും ഒരു പെങ്കൊച്ചിൻ്റെയിലോട്ട് പുസ്തകം കൊടുക്കും. ഞാൻ പ്രത്യേകം പറഞ്ഞ് പെങ്കൊച്ചുങ്ങളിലാണ് കൊടുക്കുക, അവരാണത് വാങ്ങിച്ച് പിടിക്കുക. അപ്പോൾ അവരുടെയിലോട്ട് കൊടുക്കും. പിന്നെ ഈ തള്ളിനകത്ത് തൂങ്ങി നിൽക്കും. അങ്ങനെ തൂങ്ങി നിന്നാണ് പത്തനംതിട്ട വരെ പോയത്. ഇപ്പോൾ AT സെക്രട്ടറി അച്ഛൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യും. ബുക്ക് ചെയ്യാതെ ഒരു ബസ്സിൽ കയറാനുള്ള ആരോഗ്യവും അതിനുള്ള ആംബിയറും എനിക്കില്ല. എൻ്റെ ആംബിയർ ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആന്തരിക ശക്തി തന്നെ ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഈ സുഖാന്വേഷിയായി, ഹെഡോണിസ്റ്റിക് എന്നൊരു പദമുണ്ട് ഇംഗ്ലീഷിൽ. സുഖാന്വേഷിയായി അല്ലെങ്കിൽ സുഖം ജീവിതത്തിലേക്ക് വന്നപ്പോൾ, സൗകര്യങ്ങൾ വന്നപ്പോൾ എവിടെയൊക്കെയോ പരിപരിത്ത ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ അഭിമുഖീകരിക്കുന്നതിനുള്ള ത്രാണി നഷ്ടപ്പെട്ടു പോയി. അതിനോട് ചേർന്ന് ഞാൻ പറയും, എൻ്റെ കാലത്തൊന്നും കൗമാരക്കാർ ആത്മഹത്യ ചെയ്ത് ഞാൻ കേട്ടിട്ടേ ഇല്ല. ഇന്ന് പത്രം തുറന്നാൽ നമുക്കങ്ങനെ ഒന്ന് കാണാം എവിടെയെങ്കിലും. എത്ര കൗമാരക്കാരാണ്, എത്ര യൗവനക്കാരാണ്. എന്താ കാരണം? ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുന്നതിനുള്ള ത്രാണി നാട്ടുവഴികളിലെ നന്മകളിലുണ്ടായിരുന്നു. ആ നാട്ടുവഴികളിലെ നന്മകൾ നഷ്ടപ്പെട്ടു. ഇപ്പോൾ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ സോഫ്റ്റ്വെയർ ഇപ്പോൾ നമുക്ക് നടക്കേണ്ടാത്ത അവസ്ഥയുണ്ടാക്കി. നമുക്ക് ഭക്ഷണമൊക്കെ ഒരു തലമുറയ്ക്ക് വേണ്ടത് ഉണ്ടാക്കി ഫ്രീസറിനകത്ത് വെക്കാനുള്ള ഒരനുഗ്രഹവും ഉണ്ട്. അത് കാരണം നേരത്തെ ഇല്ലായിരുന്ന രോഗമൊക്കെ ഇപ്പോൾ നമ്മുടെ മധ്യത്തിൽ കൂടുതലുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. ഇത് KM ജോർജ് അച്ഛൻ്റെ ചിന്തയാണ്. അച്ഛൻ പറഞ്ഞു, ഈ സോഫ്റ്റ്വെയറിനോടൊപ്പം ഇപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള മറ്റൊന്നാണ് മാൽവെയർ. അപ്പോൾ എനിക്ക് വളരെ രസകരമായി തോന്നി, എന്താണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഓപ്പോസിറ്റ്, വിപരീത പദം എന്താ? മാൽവെയറാണ്. എന്താ മാൽവെയർ എന്ന് പറഞ്ഞാൽ? നന്മകളുടെ ഒരുപാട് കാര്യങ്ങൾ, നന്മയെന്ന് നമ്മൾ പേര് വിളിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഒരുപാട് മാൽവെയറുകൾ, ജീവിതത്തെ അപകടത്തിലാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായി നമുക്ക് ഇന്ന് ഈ
സോഫ്റ്റ്വെയറിനെ ഇല്ലാതാക്കുന്ന മാൽവെയറുകളുടെ വിക്ടിംസ് ആവാൻ, അവയുടെ ഇരകളാകാനുള്ള ദൗർഭാഗ്യവും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ആത്മീയ യാത്രയിൽ നമ്മളെ ഒരുപാട് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ, ഒരുപാട് സഹായിക്കുന്ന അനുഭവങ്ങൾ. നമുക്കൊരു സ്പിരിച്വാലിറ്റി സെൻറ്റർ, പണ്ട് ഓലയിട്ട് നമ്മൾ പന്തൽ പണിയുന്നതിന് പകരം ഇപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി ഭംഗിയായിട്ടൊക്കെ നമുക്ക് തന്നിരിക്കുന്നു. ഇനിയും ഏത് തിരുമേനിയുടെ കാലത്താണ് ഇത് മുഴുവൻ AC ആക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതിനുള്ള സാധ്യതയും ഒരു പക്ഷേ സമീപകാലത്തുണ്ടാവും. അപ്പോൾ സൗകര്യമായിട്ട് നമുക്ക് ഉറങ്ങാം, കൂട്ടായ്മയ്ക്ക് വന്നിരുന്നാൽ. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ഒരുപാടുണ്ട്. മാർത്തോമാക്കാരെക്കുറിച്ചുള്ള എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സങ്കടങ്ങളിലൊന്ന് നമ്മുടെ കണ്ണുകൾ ദീപ്തമാകുന്നില്ല എന്നുള്ളതാണ്. പ്രസംഗം കേൾക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കണ്ണടച്ച് കാണിക്കും. അതൊരവസ്ഥയാണ്. കുംഭകർണ സേവയാണ്. കുംഭകർണൻ ഉറക്കത്തിൻ്റെ രാജാവാണ്, ഉറക്കത്തിൻ്റെ ദേവനാണ്. അത് മാർത്തോമാക്കാരെ ബാധിച്ചതുപോലെ വേറെ ആരെയെങ്കിലും ബാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇരിക്കുമ്പോൾ മുതൽ ഉറങ്ങാൻ തുടങ്ങുന്ന ഒരവസ്ഥയാണ്. നക്സലൈറ്റ് വർഗീസിന് വെടിയേറ്റപ്പോൾ സമീപത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ സഹചാരി അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് മനോരാജ്യത്തിൽ എഴുതി. എൻ്റെ കൊച്ചുനാളെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് മനോരാജ്യമായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ പോൾ ജേക്കബച്ചനൊക്കെ കളിയാക്കും. അപ്പോൾ ഈ പ്രസിദ്ധീകരണങ്ങളാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഒത്തിരി വായിച്ചിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളുടെ കൂട്ടത്തിലൊന്നായിരുന്നു മനോരാജ്യം. ആ മനോരാജ്യത്തിനകത്ത് ഈ നക്സലൈറ്റുകളുടെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഖണ്ഡസ്യ പ്രസിദ്ധീകരിച്ച ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. അതിനകത്ത് വർഗീസിന് വെടിയേറ്റതിനെക്കുറിച്ചും അദ്ദേഹം മരിക്കുന്നതിനെക്കുറിച്ചും പറയുക. വർഗീസ് മരിച്ചപ്പോൾ അയാളുടെ കണ്ണുകൾ ജ്വലിച്ചു അത്രേ. മരിക്കാൻ തുടങ്ങുമ്പോൾ അയാളുടെ കണ്ണുകൾ ജ്വലിച്ചു. എന്തുകൊണ്ടാണ് കണ്ണ് ജ്വലിച്ചതെന്നറിയാമോ? ഒരു മുദ്രാവാക്യമുണ്ട്, പണ്ട് വിളിച്ചിട്ടുള്ളതായിരിക്കും, ആണെങ്കിൽ ഓർത്തിരുന്നാൽ മതി. ഇപ്പം വിളിക്കേണ്ട ഇതിനകത്തിരുന്ന്, ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേരുയരുന്നു, ഉയരുന്നു, അവർ പടരുന്നു, രണാങ്കണങ്ങളിൽ പൊരുതുന്നു എന്നൊരു മുദ്രാവാക്യമാണ്. അപ്പം ഈ മുദ്രാവാക്യം ഉള്ളിലേക്ക് കയറിയവനാണ് ഈ മരിച്ചതുകൊണ്ട്. അപ്പോൾ അങ്ങനെ മരിക്കുമ്പോൾ, താൻ വെടിയേറ്റ് മരിക്കുന്ന ഉടനെ അയാളുടെ കണ്ണുകൾ പ്രകാശിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? തൻ്റെ മരണം വൃഥാവല്ല. താൻ മരിച്ചാൽ 1000 സഹാക്കന്മാർ ഉയരുമെന്ന്, രണാങ്കണങ്ങളിൽ പൊരുതാൻ അവരെ കൊണ്ട് സാധിക്കുമെന്ന്. ഈശോമാർ തീമോഥെയോസ് തിരുമേനിയുടെ മരണമൊക്കെ കഴിഞ്ഞ് ചുങ്കത്തറ മാർത്തോമാ കോളേജിൽ ലൈബ്രറി ഡെവലപ്പ് ചെയ്തപ്പോൾ അവിടെ തിരുമേനിയുടെ മെമ്മോറിയലായിട്ടാണ് അന്ന് ആ ലൈബ്രറി ഡെഡിക്കേറ്റ് ചെയ്തത്. അപ്പോൾ അന്ന് അവിടെ എഴുതി വെക്കാൻ ഒരു വചനം വേണം എന്ന് അവിടുത്തെ അച്ഛനായിരുന്നുകൊണ്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ കൊരിന്ത്യ ലേഖനത്തിലെ അവസാനത്തെ 15-ാം അധ്യായത്തിലെ അവസാനത്തെ വാക്യം പറഞ്ഞു കൊടുത്തു. കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല. ഇൻ ദ ലോർഡ് യുവർ വർക്ക് ഈസ് നോട്ട് ഇൻ വെയിൻ. കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോമാർ തീമോഥെയോസ് തിരുമേനിയെ ഓർക്കുന്ന ഈ സമയത്ത് നമ്മുടെ കണ്ണുകൾ ജ്വലിക്കട്ടെ. കാരണം ഇവിടെ ജോസഫ് അച്ഛൻ വളരെ ഹൃദയാർജവമായി അവതരിപ്പിച്ച അച്ഛൻ്റെ അനുഭവങ്ങളും ഇവിടെ പ്രിയപ്പെട്ടവർ ഓരോരുത്തരും അവതരിപ്പിച്ച അനുഭവങ്ങളുമൊക്കെ നമ്മോട് പറയുന്നു, ഈ നാട്ടുവഴികളിലൂടെ നന്മയുള്ള ഒരു മനുഷ്യൻ നടന്നിരുന്നു. ആ നന്മയുടെ പ്രകാശങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആ പ്രകാശത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുകയാണ്. വെളിച്ചം പകരുന്ന തിരികളാകാനും അത് ഇരുട്ടകറ്റാനും കഴിയുന്ന തരത്തിൽ നമുക്കാവണം. എന്നും യേശു കർത്താവിൻ്റെ രക്തവും അവൻ്റെ ശരീരവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുന്നവരാണ് നമ്മൾ. നിൻ ശരണത്തിൽ മൃതരാം നിന്നടിയാരെ, ജീവനുള്ള നിൻ്റെ സ്വരം പർദീസായിലേക്ക് ഉണർത്തുമ്പോൾ ഞങ്ങളെയും നീ ഓർക്കണമേ. ഓർത്തഡോക്സുകാരൊക്കെ കുറച്ചുകൂടെ വേറൊരു തരത്തിലത് പാടും. നിൻ ഗാത്രം ഭക്ഷിച്ച് നിൻ രക്തം പാനം ചെയ്ത് എന്നൊക്കെ പറയണം. അപ്പോൾ കർത്താവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിച്ച് പാനം ചെയ്യുന്ന നമ്മുടെ ഭാഗ്യം എന്താ? നമ്മുടെ ഭാഗ്യം, വി ബിക്കം ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഇടയ്ക്ക് ഒരു ഹല്ലേലൂയ പറയാത്തതുകൊണ്ട് ചിലർ ഉറങ്ങിപ്പോകുന്നെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നമുക്കൊരു ഹല്ലേലൂയ പറയണം. വി ബിക്കം ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ ക്രിസ്തു ശരീരമാണ്. ക്രിസ്തു ശരീരത്തിലേക്ക് നമ്മൾ അനുദിനം രൂപപ്പെട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ചയ്ക്ക് നമ്മളെ സഹായിക്കുന്ന തിരുശരീര രക്തങ്ങളുടെ പങ്കാളിത്തം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, നിൻ്റെ വലഭാഗത്ത് ഞങ്ങളും കാണപ്പെടുമെന്നായി. ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരും അത് പാടി പാടി പാടി
പണ്ട് പരീക്കുട്ടി പറഞ്ഞതുപോലെ അത് പാടി 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 ഈ കടാപ്പുറത്ത് ഞാൻ മരിക്കും എന്ന് പറയുന്ന പോലെയല്ല, ഈ നന്മയുടെ തീരങ്ങളിൽ അത് പാടി 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 ഞാനും മരിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമുക്കൊന്ന് ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്ത്. അത് പാടി പാടി ഞാനും ഈ നന്മയുടെ തീരങ്ങളിൽ മരിക്കും. മരിക്കുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിനോട് ചേർക്കപ്പെടും. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഞാൻ കർത്തൃ ശരീരത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ ഞാൻ മരിക്കുമ്പോഴും കർത്തൃ ശരീരത്തിന്റെ ഭാഗമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ പാടിയത്, എന്താ? ഈ നിന്റെ യോദ്ധാവേ കാക്കുക നല്ല അന്ത്യത്തോളവും നല്ല പോർ പൊരുതും ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പാട്ടുകൾ നമ്മുടെ ഉള്ളിലേക്ക് കയറണം, നമ്മുടെ അകത്തേക്ക് കയറണം. അപ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും. അപ്പോൾ അത് ഞാനിപ്പോൾ പറഞ്ഞു വന്ന അതാണ്, ഈ മാൽവെയറുകൾ ഡെവലപ്പ് ചെയ്യുന്ന കാലഘട്ടത്തിൽ നല്ല സോഫ്റ്റ്വെയറിൻ്റെ ഭാഗമായി തീരുവാനുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് നമുക്ക് ലഭിക്കുന്നത്. 3 വാക്കുകൾ ഞാനിപ്പോൾ പറയുകയാണ്. അത് തിരുമേനിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി വളരെ സംഗതമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന്, ദൗത്യബോധം, വിഷൻ ഓഫ് മിഷൻ. ഈ ദൗത്യത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം, അതൊന്നാമത്. 2, മനുഷ്യജീവിതത്തിൻ്റെ ക്ഷണികതാബോധ്യം. രണ്ടാമത്തേത് മനുഷ്യജീവിതത്തിൻ്റെ ക്ഷണികതാബോധ്യം. ദിസ് ഈസ് ഓൺലി ട്രാൻസിയൻറ്റ്, ഇത് മാറിപ്പോകുന്നതാണ്. 3, ദൈവസന്നിധിയിലുള്ള ന്യായവിധി ബോധ്യം, കണക്ക് ബോധിപ്പിക്കാൻ, അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യാനുള്ള ഒരു അവസ്ഥ നമുക്കുണ്ട് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഈ തിരുമേനിയെക്കുറിച്ചുള്ള ഈ ധ്യാനത്തിൽ ഞാൻ ഈ 3 വാക്കുകൾ എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നു. 1, ദൗത്യബോധം. 2, മനുഷ്യജീവിതത്തിൻ്റെ ക്ഷണികതാബോധം. 3, കണക്ക് ബോധിപ്പിക്കണമെന്നുള്ള ബോധ്യം. ഈ 3 നമ്മളെ ഭരിക്കേണ്ടതാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എപ്പോഴാണ് മരണം എന്ന് നമുക്കറിഞ്ഞുവിടാ. മരണം വാതിക്കൽ ഒരു നാൾ മണിമഞ്ചലുമായി നിൽക്കുമ്പോൾ, അങ്ങനെ വായിച്ചിട്ടില്ലേ, പാടിയിട്ടില്ലേ? അങ്ങനെ മണിമഞ്ചലുമായി വന്ന് മരണം നമ്മെ വിളിക്കുന്ന ഒരു സന്ദർഭം വരും. അതെപ്പോഴാണെന്ന് നമുക്കറിഞ്ഞുവിടാ. തിരുമേനി തലേദിവസം പ്രസംഗിച്ചത് അറം പറ്റിയതുപോലെ എന്തിനാണ് മരണത്തെ ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റമെൻ്റാണ്. ദാറ്റ് വാസ് ദ ലാസ്റ്റ് ടെസ്റ്റമെൻ്റ് ആൻഡ് വിൽ ഓഫ് ഈശോ മാത്യൂസ് തിരുമേനി. എന്തിനാണ് മരണത്തെ പേടിക്കുന്നത്? കാരണം ജീവനുള്ള ദൈവത്തിൻ്റെ ഭാഗമായി നമ്മൾ തീർന്നു കഴിഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ 3 വാക്കുകൾ ഇന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. ദൗത്യബോധം, ക്ഷണഭങ്കുരതാബോധം, പിന്നെ ന്യായവിധി ബോധ്യം. ഈ ബോധ്യങ്ങളോടുകൂടെ ദൈവസന്നിധിയിൽ ജീവിക്കുന്നവർക്ക് ദൈവാനുഗ്രഹങ്ങളെ നൽകും. ഞാൻ തിരുമേനിയെക്കുറിച്ച് പറയും. നാട്ടുവഴികളുടെ നന്മ, ആ നന്മകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരാളാണ് അഭിമന്യ തിരുമേനി. അതുകൊണ്ട് ദ നേറ്റീവ് ആൻഡ് നാച്ചുറൽ റെസ്പോൺസസ് ടു ദ ചലഞ്ചസ്, മുമ്പിൽ വന്നു ചേർന്ന വെല്ലുവിളികളോട് നേറ്റീവായ നൈസർഗികമായ റെസ്പോൺസ്, പ്രതികരണം നടത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്കെപ്പോഴും ഏറ്റവും ശ്രദ്ധേയമായൊരു ചിന്തയാണ്, സിവിലൈസേഷൻസ് ആർ ക്രിയേറ്റഡ് വെയർ ചലഞ്ചസ് ആർ റെസ്പോണ്ടഡ് പോസിറ്റീവ്ലി. എവിടെയാണോ വെല്ലുവിളികളെ ക്രിയാത്മകമായി നേരിടുന്നത് അവിടെയാണ് സംസ്കാരം ഉണ്ടാവുന്നത്. അപ്പോൾ അത് ചരിത്രത്തിൻ്റെ ഒരു ആകെപ്പാഠമാണ്. വെയർ സിവിലൈസേഷൻസ് ആർ ക്രിയേറ്റഡ് വെയർ ചലഞ്ചസ് ആർ റെസ്പോണ്ടഡ് പോസിറ്റീവ്ലി. എവിടെയാണോ ജീവിതത്തിലെ വെല്ലുവിളികളെ ക്രിയാത്മകമായി നേരിടുന്നത് അവിടെയാണ്. ഞാൻ ഇന്ന് രാവിലെ തബീഥയെക്കുറിച്ച് വായിച്ചു. അതൊന്ന് പറഞ്ഞു പോകണം എന്ന് ഞാൻ വിചാരിക്കുക. തബീഥയെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 36 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിലാണ് തബീഥ ഡോർക്കാസ്, പേടമാൻ, അല്ലേ, പേടമാൻ. അപ്പോൾ തബീഥ മരിച്ചപ്പോൾ തബീഥയെക്കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന മറ്റാളുകൾ ഇങ്ങനെ വിലപിക്കുകയാണ്. പത്രോസ് അവിടെ ചെല്ലുമ്പോൾ തബീഥയെക്കുറിച്ച് വിലപിക്കുന്നു. അവർ വിലപിച്ചത് തബീഥ ചെയ്ത നന്മ പ്രവൃത്തികളെ ഓർത്താണ്. തബീഥ നെയ്തെടുത്ത ചില കുഞ്ഞുടുപ്പുകളെ കാണിച്ചുകൊണ്ട് അവർ വിലപിക്കുകയാണ്. ദ ഹോം സ്പൺ ഗാർമെൻറ്റ്സ്, വീട്ടിൽ നെയ്തെടുത്ത
ചില കുഞ്ഞുടുപ്പുകൾ കാണിക്കുകയാണ്. ഞാൻ ഇന്ന് പറയട്ടെ, തിരുമേനി എൻ്റെ ഓർമ്മയിൽ നെയ്തെടുത്തത് ചില ഹോം സ്പൺ കുഞ്ഞുടുപ്പുകളാണ്. വീട്ടിൽ നെയ്തെടുത്ത ചില കുഞ്ഞുടുപ്പുകൾ. അതിനോടൊപ്പം ഞാൻ പറയും, വീട്ടിൽ കുക്ക് ചെയ്ത ദ ഹോം കുക്ക്ഡ് സർട്ടൻ ഡെലിക്കസീസ്, വീട്ടിൽ ഉണ്ടാക്കിയ ചില രുചികരമായ കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഹോം സ്പൺ ഗാർമെൻ്റ് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം, അഭിമന്യ തിരുമേനിക്ക് തിയോളജി, ദൈവശാസ്ത്രം രൂപപ്പെട്ടു വരുന്നത് തിരുമേനിയുടെ സാഹചര്യത്തിൽ നിന്നാണ്. അതാണ് ഞാൻ ഹോം സ്പൺ എന്ന് പറഞ്ഞത്. തിരുമേനിയായിട്ട് സ്വീകരണം നൽകുന്ന സമ്മേളനത്തിലാണെന്ന് തോന്നുന്നു, തിരുമേനി പറഞ്ഞ പ്രശസ്തമായ ഒരു വാചകമുണ്ട്. സീഹോറ ആശ്രമത്തിൻ്റെ പരിസരത്ത് കിടന്ന ഒരു കരിയിലയാണ് ഞാൻ. ഒരു കാറ്റെടുത്ത് ചുഴലിക്കാറ്റടിച്ചു. ചുഴലിക്കാറ്റടിച്ചപ്പോൾ അത് ആ കാറ്റിൻ്റെ ശക്തിയിൽ പൊങ്ങി ഇന്ന് ഈ ഒരു സ്ഥാനത്തേക്ക് ഞാൻ വന്നു. ഞാൻ വെറും ഒരു കരിയിലയാണ്. എനിക്ക് ഭാരം നൽകുവാൻ, എനിക്ക് ഈ പാറിപ്പോകുന്ന ഈ കരിയില എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു ശുശ്രൂഷ സ്ഥാനം ദൈവം നൽകിയതാണ്. പ്രിയപ്പെട്ടവരെ, എന്തൊരു ദൈവശാസ്ത്രമാണ്! ഇതാണ് ഹോം സ്പൺ തിയോളജി എന്ന് ഞാൻ പറയുന്നത്. വാട്ടർ ബഫലോ തിയോളജി എന്ന് ഈ വെള്ളത്തിൽ കിടക്കുന്ന എരുമയെക്കുറിച്ച് കൊസുക്കെ കൊയാമ തിയോളജി ഉണ്ടാക്കിയതുപോലെയാണ് തിയോളജി ഉണ്ടാക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ദൈവശാസ്ത്രം ഹോം സ്പൺ ആയിരിക്കണമെന്നാണ് എൻ്റെ വിചാരം. വീട്ടിൽ നെയ്തെടുത്ത കുഞ്ഞുടുപ്പുകൾ, വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ. യെസ്, തിരുമേനി ചില മനോഹരമായ കുഞ്ഞുടുപ്പുകൾ നെയ്തു തന്നു. ഞാനിന്ന് തിരുമേനി നെയ്തെടുത്ത് തന്ന 4 കുഞ്ഞുടുപ്പുകളെക്കുറിച്ച് പറയാൻ ഉള്ളൊരു പരിശ്രമത്തിലാണ്. എൻ്റെ കൂടെ നിങ്ങൾ കാണണം, എൻ്റെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ നിൽക്കുകയാണ്, ഇങ്ങോട്ടാരും വരണ്ട, അവിടെ ഇരുന്നാൽ മതി. എന്നാൽ എൻ്റെ കൂടെ നിങ്ങൾ കാണണം. ഞാൻ പറയുന്നത് 4 മേജർ ഏരിയാസ്, 4 പ്രധാനപ്പെട്ട മേഖലകൾ തിരുമേനി നമുക്ക് മാതൃകയായതിനെക്കുറിച്ചും നമ്മളെ ഉദ്ദീപിപ്പിക്കുന്നതിനെക്കുറിച്ചും പ്രചോദിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇന്ന് സംസാരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈശോ തിരുമേനിയെ വ്യത്യസ്ത തലങ്ങളിലാണ് ആളുകൾ കാണുന്നത്. തിരുമേനി പറഞ്ഞു, അടൂരുകാർക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് തിരുമേനിയെ, കാരണം തിരുമേനി അടൂരിൽ താമസിച്ച ആളാണ്. എൻ്റെ മനസ്സിൽ അടൂരിൽ താമസിക്കുന്ന തിരുമേനിയെക്കുറിച്ചൊരു ഓർമ്മയുണ്ട്. ആ ഓർമ്മ ഈ അടൂരിലുള്ള ഒരു സർവമത ഗോപുരം തിരുമേനി, അതിനകത്ത് ഒരു ക്രിസ്തീയ വിഭാഗത്തിൻ്റെ ആ ഭാഗം പ്രതിഷ്ഠിക്കാൻ വേണ്ടി, ഗുരുമന്ദിരത്തിലെ ക്രിസ്തീയ ഭാഗം പ്രതിഷ്ഠിക്കാൻ വേണ്ടി തിരുമേനി പോയി. അപ്പോൾ തിരുമേനി അവിടെ പ്രാർത്ഥിച്ചു. ഭയങ്കര ആരോപണങ്ങളായിരുന്നു. അതായത് ഒരു സർവമത പ്രാർത്ഥന, ഒരു സിൻക്രറ്റിക് വർഷിപ്പ് എന്നാണ്. സിൻക്രറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? സങ്കര ആരാധന. അങ്ങനെ ഒരു സങ്കര ആരാധനയുടെ വക്താവായി തിരുമേനി തീർന്നു പോയോ എന്നൊരു ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, ആരെക്കുറിച്ചായി പറയുന്നത്? നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. തോന്യാമലയിൽ 15 വയസ്സുള്ള ചെറുപ്പക്കാരൻ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷിയാകണമെന്ന ആഗ്രഹത്തോടുകൂടെ വീട് വിട്ട് ഇന്ത്യയുടെ മധ്യഭാഗത്തേക്ക് സുവിശേഷത്തിന് വേണ്ടി പോയ ഒരാളിനെക്കുറിച്ചാണ് ഇവിടെ അടൂരിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് സിൻക്രറ്റിക് വർഷിപ്പ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ചില പരീശന്മാർ അന്ന് എൻ്റെ കോളേജിലും ഉണ്ടായിരുന്നു. അന്ന് അവിടെ അതിനെക്കുറിച്ച് വല്ലാത്ത ചർച്ചകൾ നടന്നത് എൻ്റെ മനസ്സിലുണ്ട്. പ്രിയപ്പെട്ട, പക്ഷേ ഞാൻ പറയും, ഇറ്റ് വാസ് എ ഹോം സ്പൺ ഗാർമെൻറ്റ്. അത് നെയ്തെടുത്ത ഒരു മനോഹരമായ കുഞ്ഞുടുപ്പായിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് ഈ ഒന്നാമത്തെ ഒരു ധ്യാനമായി, ഒന്നാമത്തെ ഒരു ചിന്തയായി ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, തിരുമേനി വാസ് ഓൾവേസ് ഓപ്പൺ ഫോർ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിന്, അനർഗളമായ പ്രവാഹത്തിന് എല്ലായ്പ്പോഴും നിന്നുകൊടുത്ത ഒരാളാണ് എൻ്റെ തിരുമേനി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തൻ്റെ ജീവിതത്തിൻ്റെ അജണ്ട നിശ്ചയിച്ചതും തൻ്റെ ജീവിതത്തിൻ്റെ കാര്യപരിപാടികൾ നിയന്ത്രിച്ചതും അന്ന് പൗലോസിനോട് നീ അങ്ങോട്ട് പോയി പ്രസംഗിക്കേണ്ട എന്ന് പറഞ്ഞ ദൈവാത്മാവിൻ്റെ അതേ ഇടപെടലാണ്. ദൈവത്തിന് സ്തോത്രം. ഹി വാസ് ഓപ്പൺ ഫോർ ദ സ്പിരിറ്റ്. ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഒരാളായിട്ടാണ്
ഞാൻ തിരുമേനിയെ കാണുന്നത്. എപ്പിസ്കോപ്പസിയിൽ വന്നു കഴിഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞു, ജപ്പാനിൽ കോഴി വളർത്തൽ പഠിക്കാനായിട്ട്, ഗ്രാമവികസനത്തെക്കുറിച്ച് പഠിക്കാനായിട്ടൊക്കെ അദ്ദേഹത്തെ വിട്ടു. അദ്ദേഹം അവിടെ പോയി അതിനകത്തൊക്കെ പരിശീലനം നേടി. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇനി എപ്പിസ്കോപ്പ ആയി കഴിയുമ്പോൾ കോഴിക്ക് തീറ്റി കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞാൽ പോരാല്ലോ, ആടുകൾ കൂടെ തീറ്റി കൊടുക്കണമല്ലോ. അതാണ്, കോഴിക്ക് മാത്രം പോരാ, ആടുകൾക്കും വേണം. അതുകൊണ്ട് ഈ ആടുകൾക്ക് തീറ്റി കൊടുക്കുന്നതിന് കുറച്ചുകൂടെ എക്വിപ്ഡ് ആവാൻ വേണ്ടി, അല്ലയോ, എക്വിപ്ഡ് ആകാൻ വേണ്ടി അദ്ദേഹത്തെ മെത്രാനായി കഴിഞ്ഞ് കാൻറ്റർബറിയിലേക്കും കാനഡയിലേക്കുമൊക്കെ ഒരു എക്സ്പോഷറിന് വേണ്ടി വിട്ടു. അവിടെ പോയി പഠിച്ചു. അതൊക്കെ നമ്മളിവിടെ കേട്ടു. ശരിയാണ്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവർ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എപ്പിസ്കോപ്പ ആയപ്പോൾ VT കോശി അച്ഛൻ്റെ രൂപത്തിന് മാറ്റം വന്നു. നേരത്തെ ക്ലീൻ ഷേവ് ആയിരുന്നു. അദ്ദേഹം താടി വളർത്തി തുടങ്ങി. തലയിൽ മസ്നബ്സ, ശരീരത്തിലെ വസ്ത്രത്തിൻ്റെ നിറം മാറി. ഇതൊക്കെ സംഭവിച്ചാൽ മാത്രം ബിഷപ്പാവുകയില്ല എന്ന് പൂർണ്ണബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തന്നെ വിധേയപ്പെടുത്തി കൊടുക്കണം. ഹി വാസ് എ റീഡർ. സുന്ദരമായി വായിക്കുന്ന ആളായിരുന്നു. ഒരുപാട് ദൈവശാസ്ത്ര ചിന്തകൾ ഉൾക്കൊള്ളുവാനുള്ള താല്പര്യം ഉള്ള ആളായിരുന്നു. എന്നാൽ അതിനോടൊപ്പം ഞാൻ പറയട്ടെ, കേവലം അക്കാഡമിക് താല്പര്യങ്ങൾക്കപ്പുറം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അക്കാഡമിക് താല്പര്യങ്ങൾക്കപ്പുറമുള്ള ഒരു ദൈവാത്മ പ്രവർത്തനത്തിന് തന്നെ വിട്ടുകൊടുക്കണം എന്നുള്ള ഒരു വലിയ താല്പര്യം അദ്ദേഹത്തിനുണ്ട്. ഞാനും കുറേ കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിൽ പോയിരുന്നു. 1990 ഞാൻ ഇംഗ്ലണ്ടിൽ പോയത്. തിരുമേനി ഇംഗ്ലണ്ടിൽ വന്ന് താമസിച്ച ഒരു വീട്ടിൽ ഞാൻ പോയി. അവിടെ ഒരു നല്ല ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്ന തിരുമേനി എഴുതി വെച്ച ഒരു സാക്ഷ്യപത്രമൊക്കെ അവരിങ്ങനെ വലിയ അഭിമാനമായി എന്നെ കാണിച്ചു. തിരുമേനി കെൻസിങ്ടൺ ടെമ്പിളിൽ പോയതിനെക്കുറിച്ച് പറഞ്ഞു. കെൻസിങ്ടൺ ടെമ്പിൾ എന്ന് പറയുന്നത് ഈ ലണ്ടനിലുള്ള ഏറ്റവും വലിയ ഒരു കരിസ്മാറ്റിക് എക്സ്പ്രഷനുള്ള ഒരു ആരാധനാ കേന്ദ്രമാണ്. കെൻസിങ്ടൺ ടെമ്പിളിലെ ആരാധനയ്ക്ക്, അവിടുത്തെ കൂട്ടായ്മയ്ക്ക് തിരുമേനി പോവുകയും അതിൻ്റെ അനുഭവങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തു. അത് കഴിഞ്ഞ് വന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്. കെൻസിങ്ടൺ ടെമ്പിളിലെ ഈ ആരാധനാനുഭവത്തിൻ്റെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ശക്തമായി വന്നതുകൊണ്ടാവാം രാത്രി മുഴുവനും പ്രാർത്ഥിക്കുകയും ഒരു പ്രത്യേക സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഒരു എക്സ്റ്റാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ചെയ്തു എന്ന് അദ്ദേഹം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഒരു അനുഭവത്തെക്കുറിച്ച് എനിക്ക് വിമർശിക്കാനോ അതിനെ സർട്ടിഫൈ ചെയ്യാനോ ഒന്നും ഞാൻ ആളല്ല. അതിനൊന്നും എനിക്ക് കഴിയുകയുമില്ല. എന്നാൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോടും എന്നോടും പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. കേവലം അക്കാഡമിക്സിനപ്പുറം, വായനയ്ക്കപ്പുറം, ദൈവശാസ്ത്രത്തിൻ്റെ ഊഷരതകൾക്കപ്പുറം അനുഭവത്തിൽ ദൈവത്തെ അറിയണമെന്ന് താല്പര്യമുള്ള പിതാവായിരുന്നു നമ്മളിന്ന് സ്മരിക്കുന്ന ഈശോ മാർ തിമോത്തിയോസ് തിരുമേനി. അതാണ് ഞാൻ എപ്പോഴും പറയാൻ ശ്രമിക്കും. മൈ എക്സ്പീരിയൻസ് വിത്ത് മൈ ലോഡ്, എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ ബന്ധം, ഇറ്റ് മസ്റ്റ് ബി എ മിസ്റ്റിക്കൽ യൂണിയൻ. ഒരു മിസ്റ്റിക്കൽ യൂണിയനാണ്. എന്താണ് ഈ മിസ്റ്റിക്കൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ? മലയാളം യോഗാത്മക ബന്ധം എന്നാണ്. ദർസ് എ മിസ്റ്റിക്കൽ യൂണിയൻ. അച്ഛൻ എന്തോ ഈ പറയുന്നത്? എവിടെ ഉണ്ട്? വേദോസ്തത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോയെന്ന് നിങ്ങൾ പറ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാണ്. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിക്കാഞ്ഞാൽ നിങ്ങൾക്ക് കഴിയുകയില്ല. എന്നിൽ വസിക്കുന്നവൻ ഫലം കായ്ക്കും. ഫലം കായ്ക്കുന്ന കൊമ്പുകളെ ആകട്ടെ കൂടുതൽ ഫലം കായ്ക്കുവാനായി ഞാൻ ചെത്തി വെടിപ്പാക്കും. ഫലം കായ്ക്കാത്തതിനെ മുറിച്ച് തീയിലിട്ട് ചുട്ടുകളയും. ഹല്ലേലൂയ. വി ഷുഡ് ഹാവ് എ മിസ്റ്റിക്കൽ യൂണിയൻ വിത്ത് അവർ ലോർഡ്. നമ്മുടെ ദൈവത്തോടുള്ള ഒരു യോഗാത്മക ബന്ധം. അച്ഛൻ പറഞ്ഞില്ലേ, ജോസഫ് അച്ഛൻ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ചോദിച്ചു ഇന്നെന്തോ വായിച്ചതെന്ന്. ഇന്ന് വായിച്ചത് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചില്ലേ. ഞാനിവിടെ വന്നിരിക്കുന്ന ആത്മീയ പ്രബുദ്ധരായ
നന്നായി കൈയടിച്ച് പാടാൻ താല്പര്യമുള്ള, നന്നായി പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള, നല്ല അനുഭവം വേണമെന്ന് താല്പര്യമുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും ജോസഫ് അച്ഛനോട് തിരുമേനി ചോദിച്ച് അതേ ചോദ്യം ഇവിടെ റീഎക്കോ ചെയ്യുകയാണ്, വീണ്ടും മാറ്റലി. എന്താ ഇന്ന് വായിച്ചായിരുന്നോ? വായിച്ചു. എന്തോ വായിച്ചത്? എന്ത് ദൈവം സംസാരിച്ചു ഓർക്കുന്നുണ്ടോ? ഇതൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിച്ച് ഇത് വായിച്ചൊരു കൈവക്കാനൊന്നും ഞാൻ പറയാൻ വേണ്ടിയല്ല, അങ്ങനത്തെ ഒരു സെഷൻ അല്ലല്ലോ ഇത്. എന്നാൽ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഐ ഹാവ് ടു നർച്ചർ മൈ റിലേഷൻഷിപ്പ് വിത്ത് മൈ ലോഡ്. എൻ്റെ ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെ എനിക്ക് ഒന്ന് അനുഭവമാക്കണം, ഒരു യോഗാത്മക ബന്ധം. ആം ഐ ഡ്വെല്ലിങ് ഇൻ ഹിം? ഞാൻ അവനിലാണോ വസിക്കുന്നത് എന്നൊരു ചോദ്യം. ഇന്നിപ്പോൾ കരിസ്മാറ്റിക് കൂട്ടായ്മയ്ക്ക് വന്ന ആളുകൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് പോകണം, തിരിച്ചു പോകുന്നുണ്ട്. ആം ഐ ഡ്വെല്ലിങ് ഇൻ ഹിം? ഞാൻ അവനിൽ വസിക്കുന്നുണ്ടോ? അവനിൽ വസിച്ച് അവനിൽ നിന്നുള്ള ജീവലതയായ നിന്നിൽ ഞാൻ ഇരിപ്പാൻ, നിന്റെ ജീവരസം എന്നിലെന്നും ഒഴുകിയിടുവാൻ. ഹല്ലേലൂയ! ഈ പാട്ടൊക്കെ ഇപ്പോൾ പാടാറുണ്ടോ? ജീവലതയായ നിന്നിൽ ഞാൻ എന്നും ഇരിപ്പാൻ. നമുക്കിപ്പോൾ പെന്തക്കോസ് നാളിൽ മുൻമഴ പെയ്ച്ചതും പിന്നെന്താ ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധിക്കുമ്പോൾ എന്നും പിന്നെ വേറെ ഏതൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ഉണർവ് വരണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തമ്പേർ വേണം, കൈയടിക്കണം. കൈയടിക്കുന്നത് ഏറ്റി സക്രിയാച്ചൻ കൈയടിക്കുന്ന പോലെ അടിച്ചാൽ ഉണർവ് വരത്തില്ല. അത് പ്രത്യേക താളമുണ്ട്, ആ തരത്തിൽ വേണം. ആ താളത്തിൽ അടിക്കുമ്പോഴാണ് ഉണർവുണ്ടാകുന്നത്. ഈ തമ്പേറിൻ്റെ ശബ്ദത്തിലാണ് ഉണർവുണ്ടാകുന്നതെങ്കിൽ ആ ഉണർവിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഞാൻ കണ്ട ഉണർവ് അങ്ങനത്തെ ഉണർവല്ല. തിരുമേനിയെ കാണിച്ചു തന്ന ഉണർവ് അങ്ങനത്തെ ഉണർവല്ല. ഈശോ മാർ തീമോഥെയോസ് തിരുമേനിക്ക് ഉണർവുണ്ടായത് അദ്ദേഹത്തിൻ്റെ യോഗാത്മക ബന്ധത്തിലാണ്. ഹല്ലേലൂയ! ദൈവവുമായിട്ടുള്ള സജീവമായ യോഗാത്മക ബന്ധത്തിലാണ്. ആ യോഗാത്മക ബന്ധത്തിൽ ജീവലതയായ നിന്നിൽ ഞാൻ എന്നും ഇരിപ്പാൻ, നിന്റെ ജീവരസം എന്നിലെന്നും ഒഴുകിയിടുവാൻ. നമുക്കങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. അതാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. അത് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, എൻ്റെ കൂടെ നിങ്ങൾ വേണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചിലർക്ക് ഇവിടെ വന്നു നിന്നാൽ കൊള്ളാം എന്നുള്ള താല്പര്യം കാണും. എന്നാൽ വേണ്ട, അവിടെ ഇരുന്നാൽ മതി. എന്നാൽ ഞാൻ പറയുന്ന എൻ്റെ കൂടെ നിങ്ങൾ വന്നിട്ട് ഒന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഹൗ ക്യാൻ ഐ? എങ്ങനെയാണ്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എല്ലാ ഉയർച്ചകളും എല്ലാ നേട്ടങ്ങളും അവൻ്റെ മുമ്പിൽ പിടിച്ചടക്കിയിട്ട്, അവൻ്റെ മുമ്പിൽ കീഴടക്കിയിട്ട് ഞാൻ വിനയത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ, ഈ വചനം പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ എന്നോട് തന്നെ പ്രാർത്ഥിക്കുന്ന, രാവിലെ ഇന്നും പ്രാർത്ഥിച്ചു വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കർത്താവേ, എൻ്റെ അധരത്തെയും എൻ്റെ ബുദ്ധിയെയും എൻ്റെ തൊണ്ടയെയും എൻ്റെ ദൈവം തമ്പുരാൻ നിയന്ത്രിച്ചു കൊള്ളണമേ. ഡി ബാബു പോൾ സാറാണ് തന്നെ പഠിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ മുമ്പ് ഞാൻ ഇരുന്നിട്ടില്ല. എന്നാൽ ഡി ബാബു പോൾ സാറിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം എഴുതി, ഞാൻ ഇന്ന് ഒരു വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ഏൽപ്പിച്ചുള്ള ഉത്തരവാദിത്തത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ നെറ്റിയിൽ കുരിശു വരയ്ക്കും, എൻ്റെ അധരങ്ങളിൽ കുരിശു വരയ്ക്കും, എൻ്റെ തൊണ്ടയ്ക്ക് കുരിശു വരയ്ക്കും. എന്താ കാരണമെന്നറിയാമോ? അരുതാത്തൊരു വാക്കും ഉരിയാടരുത് എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഉരിയാടേണ്ടത് ഉരിയാടുകയും ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, എല്ലാ ഉയർച്ചകളെയും ഉന്നത ഭാവങ്ങളെയും നമുക്ക് പിടിച്ചടക്കണമെന്നാണ്. കൊടിയ കാറ്റടിക്കണമെന്നൊരു പാട്ടുണ്ടല്ലേ, അത് പാടാമെങ്കിൽ നിങ്ങൾ പാടുമെന്ന് എനിക്കറിയാം. ഈ അനുഗ്രഹക്കടലെ എഴുന്നള്ളി വരണം, വീട്ടിലും നാട്ടിലും എന്തുവാ വഴിയിലും പുഴയിലും എവിടെയും അനുഗ്രഹം അടിയങ്ങളായിടാൻ എന്നുള്ള പാട്ട് പാടിയാൽ ഇപ്പോൾ അത് എവിടുത്തെ പാട്ടാന്നൊക്കെ നമ്മൾ ചോദിക്കും. കാരണം നമുക്കതൊന്നും പാടിയുള്ള പരിചയമില്ല. എന്നാൽ ഇത് പാടിയാൽ പാടും. ഏതാ? കൊടിയ കാറ്റടിക്കണമേ ആത്മമന്ദമാരുതനെ ദാസർ മധ്യത്തിൽ നിന്നൊരു പാട്ടില്ലയോ? ആരും തല കുലുക്കുന്നില്ല. അങ്ങനൊരു പാട്ടുണ്ട്. ആ പാട്ട് പാടുന്ന ഉടനെ എല്ലാ ഉന്നത ഭാവങ്ങളും നിലംപരിചാവാനെന്നാണ് അതിനകത്തുള്ളത്. ഇന്നിവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഉന്നത ഭാവം വല്ലതും ഉണ്ടോ? ഉന്നത ഭാവം ഉണ്ടെങ്കിൽ നമുക്ക് കർത്താവിൽ വസിക്കാൻ പറ്റില്ല. അഹങ്കാരം ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധി നിൽക്കാനും പറ്റില്ല. താണ നിലത്തെ നീരോടും. അവിടെ ദൈവം കൃപ ചെയ്യൂ. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ സന്നിധിയിൽ എല്ലാ ഉയർച്ചകളെയും പിടിച്ചടക്കി താണിരിക്കുമ്പോൾ കർത്താവിൻ്റെ ജീവൻ നമ്മിലേക്ക് വരും. അതാണ് ഒന്നാമത്തേത്. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ബി ഓപ്പൺ ഫോർ ദ സ്പിരിറ്റ്. ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിന് തുറന്നു വെച്ചു കൊടുക്കുക. ഒരു പക്ഷേ മാർത്തോമാ സഭയിലെ പൗരസ്ത്യ പാരമ്പര്യം
ഉൾക്കൊള്ളുന്ന മാർത്തോമാ സഭയിലെ അച്ഛന്മാർക്കും വചന ശുശ്രൂഷകർക്കുമൊക്കെ പൗരസ്ത്യ പാരമ്പര്യങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനവും ധ്യാനവും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതുപോലെ ജീവൻ നൽകുന്ന വേറൊന്നില്ല. ദ സൈലൻറ്റ് റൂട്ട്സ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ദ സൈലൻറ്റ് റൂട്ട്സ്, നിശബ്ദ വേരുകൾ എന്നാണ്. ആ പുസ്തകം വളരെ മനോഹരമാണ്. അത് ആരാധനയെക്കുറിച്ചും പൗരസ്ത്യ ദൈവശാസ്ത്രത്തെക്കുറിച്ചുമൊക്കെ നന്നായി KM ജോർജ് പറയുന്ന ഒരു പുസ്തകമാണ്. നിങ്ങൾ വിചാരിക്കും ഈ അച്ഛൻ ഈ അടുത്ത കാലത്തെല്ലാം അദ്ദേഹത്തെ മാത്രമാണ് വായിച്ചത്. എനിക്കൊരു ഇഷ്ടം തോന്നിയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വായിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറയട്ടെ, പൗരസ്ത്യ പാരമ്പര്യങ്ങളിലെ മൗനത്തിൻ്റെയും മനനത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും നമസ്കാരത്തിൻ്റെയും ഹല്ലേലൂയ. ഇതൊന്നും പറയുമ്പോൾ ഒരു ഹല്ലേലൂയ എന്തായാലും പറയാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പൗരസ്ത്യ പാരമ്പര്യത്തിലെ മൗനത്തിൻ്റെയും മനനത്തിൻ്റെയും പിന്നെ നമസ്കാരത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ഒക്കെ ശക്തീകരണം നമുക്ക് വളരെയധികം ഉണ്ടാവേണ്ടതാണ്. എന്നാൽ പൗരസ്ത്യ പാരമ്പര്യം എന്ന് പറയുന്നത് കേവലം ബാഹ്യമായിട്ടുള്ള ചില ക്രമീകരണങ്ങളല്ല, അതിൻ്റെ രണ്ടിനും കൂടെ മധ്യത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. ഇതാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ടു ഹാവ് ദാറ്റ് മിസ്റ്റിക്കൽ യൂണിറ്റി. കർത്താവേ, എന്നെ നീ പഠിപ്പിക്കണമേ, നിൻ്റെ സന്നിധിയിൽ താണിരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ, നിൻ്റെ ജീവരസം എന്നിൽ ഒഴുകുവാൻ തക്കവണ്ണം നിന്നോട് ചേർന്നിരിക്കുന്ന ഭാഗ്യം എനിക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ ഒരു ചിന്ത, രണ്ടാമത്തേത് വേദപുസ്തകം ഒരു തുറന്ന പുസ്തകമാക്കുന്നതിനുള്ള ധീരതയാണ്. ബൈബിൾ ബിക്കംസ് ആൻ ഓപ്പൺ ബൈബിൾ. നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സഭ തുറന്ന വേദപുസ്തകത്തിൻ്റെ സഭയാണ്, അല്ലേ? നവതി വരുമ്പോൾ, ശതാബ്ദി വരുമ്പോൾ നമ്മൾ ഈ വേദപുസ്തകമൊക്കെ തുറന്നു പിടിച്ചുകൊണ്ട് പോകും മുമ്പിൽ, ഇല്ലേ? ഞങ്ങൾ തുറന്ന വേദപുസ്തകത്തിൻ്റെ സഭയാണേ എന്ന് ലോകത്തോട് പറയുകയാണ്. പുസ്തകം തുറന്നു പിടിച്ചാലേ പറ്റൂ. അങ്ങനെ തുറന്നു പിടിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിനകത്തിരിക്കുന്ന റേഷൻ കാർഡ് തറയിൽ പോകുന്നത്. കാരണം അതിനകത്താണ് വെച്ചേക്കുന്ന പല ആളുകളും. കാരണം ആർക്കും ഒരു പ്രയോജനമില്ലാത്ത, ആരും എടുക്കാത്ത ഒരു സ്ഥലത്ത് വെച്ചേക്കാമെങ്കിൽ കുഴപ്പമില്ലല്ലോ. അവിടെ അങ്ങനെ വെച്ചേക്കുന്ന ഒരുപാട് പേരുണ്ട്. തിരുമേനി ഒരിക്കൽ പ്രസംഗിച്ച, തിരുമേനിയുടെ പ്രസംഗ ശൈലിയെക്കുറിച്ച് അടുത്ത പറഞ്ഞത് ഞാൻ പറയുന്നുണ്ട്, അപ്പോൾ അത് പറയണം എന്ന് ഞാൻ വിചാരിച്ചു. തിരുമേനി ഒരിക്കൽ ഞങ്ങളോട് പ്രസംഗിച്ചവൻ പറഞ്ഞു, ചില ആളുകൾ ഈ തലേണയുടെ കീഴിൽ വേദപുസ്തകം വെക്കും. എന്തിനാ തലേണയുടെ കീഴിൽ വെക്കുന്നത്? സ്വപ്നം കാണാതിരിക്കാനാണ്. ദുസ്വപ്നം, പാമ്പ് കൊത്താൻ വരാതിരിക്കാൻ, ആന ചവിട്ടാൻ വരാതിരിക്കാൻ, രാത്രി കിടക്കേന്ന് തറയിൽ പോകാതിരിക്കാൻ ചില ആളുകൾ ഈ തലേണയുടെ കീഴിൽ വേദപുസ്തകം വെച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നവരുണ്ട്. തിരുമേനി ചോദിക്കുന്നു, അതിനുവേണ്ടിയാണോ വേദപുസ്തകം? അതോ അത് തുറന്ന് വായിച്ച് നമുക്കൊരിക്കലും ദുസ്വപ്നം കാണാതിരിക്കത്തക്കവണ്ണം നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണോ? ദൈവത്തിന് സ്തോത്രം. എത്ര സുന്ദരമായിട്ടാണ് തിരുമേനി പറഞ്ഞെന്നറിയാമോ? തിരുമേനി പറഞ്ഞു, പണ്ട് ഈ ആദ്യം കമ്പ്യൂട്ടർ വന്നപ്പോൾ, കമ്പ്യൂട്ടർ വലിയ കമ്പ്യൂട്ടർ, ഇപ്പോഴാണ് സ്ലീക്ക് കമ്പ്യൂട്ടേഴ്സൊക്കെ വന്നത്, വലിയ വലിയ കമ്പ്യൂട്ടറായിരുന്നു, ബൃഹത്തായ കമ്പ്യൂട്ടറുകളാണ്. അങ്ങനെ കമ്പ്യൂട്ടർ തിരുവനന്തപുരത്ത് ഒരു ഓഫീസിൽ വന്നപ്പോൾ അവിടുത്തെ ആർക്കും കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാ. അറിയത്തില്ലെന്നുള്ള വാസ്തവമല്ലേ? എന്നെപ്പോലുള്ളവർക്ക് എന്തോ അറിയാം, കമ്പ്യൂട്ടർ ഉപയോഗിക്കാനൊന്നും അറിഞ്ഞുകൂടാ. ഇപ്പോഴും എന്തെങ്കിലും കേട് വന്നാൽ, എൻ്റെ മൊബൈലിന് കേട് വന്നാൽ പിള്ളേർ നന്നാക്കി തന്നാലേ ശരിയാകത്തുള്ളൂ. അതാണ് നമ്മുടെ പ്രശ്നം. എന്നാൽ തിരുമേനി പറയുന്നു, അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാൻ വയ്യായിരുന്നു. ഇച്ചിരി വലുതായിരുന്നു, ഡെസ്ക് കമ്പ്യൂട്ടേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഉപയോഗമൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് അവർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചേച്ച് തങ്ങളുടെ കൈത്തൂവാല കൈലസ് നനയുമ്പോൾ അത് ഉണങ്ങാനായിട്ട് അതേ വിരിച്ചിടുമായിരുന്നു. അപ്പോൾ തിരുമേനി പറഞ്ഞ് ഉണങ്ങിക്കിട്ടും, ഉറപ്പാണ്. എന്നിട്ട് ചോദ്യം ഇതാണ്, കൈലേസ് ഉണങ്ങുന്നതാണോ കമ്പ്യൂട്ടറിൻ്റെ ജോലി? കമ്പ്യൂട്ടറിനെ കൊണ്ട് അത്രേ പ്രയോജനമുള്ളൂ. എന്തൊരു ഉദാഹരണങ്ങളാണ്! ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ നേറ്റീവ് ആൻഡ് ഹോം കുക്ക്ഡ്, ഹോം സ്പൺ എന്നൊക്കെ പറയുന്ന ഗാർമെൻറ്റ്സാണ്. അതാണ് തിരുമേനി ഉണ്ടാക്കിയെടുത്തത്. തിരുമേനിയുടെ ഉദാഹരണങ്ങളൊക്കെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന അങ്ങനത്തെ ഉദാഹരണങ്ങളായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, തുറന്ന പുസ്തകമാക്കാനുള്ള ഒരു താല്പര്യം. ഇത് നമ്മൾ ഈ വേദപുസ്തകം വായിക്കുന്നത് എങ്ങനെയാണ്? തിരുമേനി എനിക്ക് തന്ന ദർശനം, വേദപുസ്തകം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഫെയ്ത്ത് കമ്മ്യൂണിറ്റി എന്നാണ്. അവർ ബൈബിൾ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഫെയ്ത്ത് കമ്മ്യൂണിറ്റി. വിശ്വാസ സമൂഹത്തിൻ്റെ ഉൽപ്പന്നമാണ് വേദപുസ്തകം. അതുകൊണ്ട് വേദപുസ്തകം വായിച്ച് ഗുണപ്പെടണമെന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടുകൂടി വേദപുസ്തകം വായിക്കണം. ഇറ്റ് ഈസ് നോട്ട് ഫോർ ഫെയ്ത്ത് ജനറേഷൻ ബട്ട് ഫോർ ഫെയ്ത്ത്
അബൗണ്ടിങ്. നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരാൻ വേണ്ടിയാണ്. അല്ലാതെ വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി വേദപുസ്തകം വായിച്ചാൽ നമുക്കറിയാവുന്നതിനേക്കാളൊക്കെ കൂടുതൽ വേദപുസ്തകം അറിയാവുന്ന എത്രയോ പേര് ദൈവവിശ്വാസം ഇല്ലാത്തവരുണ്ടെന്നറിയാമോ? ഈ അടുത്ത സമയത്തൊക്കെ ചിലരൊക്കെ വേദപുസ്തകം കോട്ട് ചെയ്ത് പ്രസംഗിക്കുന്നതും അങ്ങ് വൈറലാകുകയാണ്. അയ്യോ, നമുക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോൾ. ഇയാൾ ഭയങ്കരമായിട്ട് പറഞ്ഞല്ലോ, നല്ലതാണല്ലോ എന്നൊക്കെയാണ് പറയുക. ആർക്കറിയാൻ വയ്യാതെ അവർക്കൊക്കെ നമ്മളെക്കാൾ നന്നായിട്ട് അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ അത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മളിത് വായിക്കണമെന്നാണ്, നമ്മളിത് പഠിക്കണമെന്നാണ്. നമ്മുടെ മനസ്സിൽ ഈ വേദപുസ്തകത്തിൻ്റെ ഒരു ശക്തി ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഫോർ ഫെയ്ത്ത് ജനറേഷൻ ബട്ട് ഫോർ ഫെയ്ത്ത് അബൗണ്ടിങ്. വിശ്വാസം വർദ്ധിച്ചു വരുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഒന്നാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നലെയാണെന്ന് തോന്നുന്നു രാവിലെ വായിച്ചതാണ് ഡിവോഷൻ. അപ്പോൾ അതിനകത്ത് ഒരു വചനമുണ്ട്, റീഡിങ് ബാക്ക്വേഡ്സ് എന്ന്. പുറകോട്ട് വായിക്കും. വേദപുസ്തകം മുമ്പോട്ട് മാത്രമാണ് നമ്മൾ വായിക്കുന്നത്. പുറകോട്ട് വായിക്കാനുള്ള ഒരു വലിയ പ്രബോധനമാണ് ഇന്നലെ രാവിലെ കിട്ടിയത്. അപ്പോൾ എന്താണ് ഈ പുറകോട്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ? പുറകോട്ട് നടക്കുക എന്താണെന്നറിയാം, പക്ഷെ പുറകോട്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഉദാഹരണം, ഒരു മനുഷ്യൻ റിച്ചാർഡ് ഹെയ്സ് എന്ന് പറഞ്ഞ ഒരാളാണ് ആ പുസ്തകം എഴുതിയേക്കുന്നത്. റീഡിങ് ബാക്ക്വേഡ്സ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു കണ്ടൻറ്റാണ് ഇന്നലെ എനിക്ക് കിട്ടിയത്. അദ്ദേഹം പറയുന്നു, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ് ശിഷ്യന്മാർക്ക് യേശുവിൻ്റെ പ്രസ്താവനകൾ പലതും മനസ്സിലായത്. ഉദാഹരണം, കർത്താവ് പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാനതിന് 3 ദിവസം കൊണ്ട് പണിയും. എന്നിട്ട് ടിപ്പണിയുണ്ട് അവിടെ, യോഹന്നാൻ്റെ ടിപ്പണി എന്ന് പറഞ്ഞാൽ എന്താ? അതെന്തോ പണിയാണ്? യോഹന്നാൻ്റെ ഒരു സൈഡ് കമൻ്റ് ഉണ്ട്. യോഹന്നാൻ എഴുതുകയാണ്, തൻ്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞതെന്ന് യോഹന്നാൻ എഴുതി വച്ചിരിക്കുക. അന്നേരം പക്ഷെ അത് കേട്ടവർക്കത് മനസ്സിലായില്ല. അവരത് മനസ്സിലാക്കിയത് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ ഓർക്കണേ, ദ റിസറക്ഷൻ മെയ്ഡ് ദം അണ്ടർസ്റ്റാൻഡ് ദ സ്ക്രിപ്ചേഴ്സ്, ദ സ്പോക്കൺ വേർഡ്. യേശു പറഞ്ഞ വചനത്തെ മനസ്സിലാക്കുന്നതിന് അടിസ്ഥാനമായി തീർന്നത് പുനരുത്ഥാനമാണ്, പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ്. ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിൽ പുറകോട്ട് നോക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണ്. പർവ്വതത്തിലിരിക്കുമ്പോൾ, പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുകയാണ്, പർവ്വതത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ ഈ തേജസ്സിനെ കണ്ടു, അല്ലേ? എന്നിട്ട് പറഞ്ഞു, പ്രഭാത നക്ഷത്രം ഉദിക്കുവോളം ഈ അന്ധകാര യാമങ്ങളിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പ്രത്യാശ അന്ന് ഞങ്ങൾ കണ്ട ആ പ്രത്യാശയുടെ അടയാളമാണ്. ഞങ്ങൾ കണ്ട അന്നത്തെ തേജസ് ഉണ്ടല്ലോ, ആ തേജസ് പ്രഭാത നക്ഷത്രം ഉദിക്കും വരെ, പ്രത്യാശയുടെ പ്രഭാത നക്ഷത്രം ഉദിക്കും വരെ ഞങ്ങളെ നയിക്കുവാൻ മതിയായതാണ്. അതാണ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവവചനം വായിക്കണം. എക്സ്പീരിയൻസിങ് ദ റിസറക്റ്റഡ് ലോഡ്. പ്രിയപ്പെട്ടവരെ, തിരുമേനോടൊപ്പം താമസിച്ച സാരഥികൾ ഇവിടെയുണ്ട്. തിരുമേനോടൊപ്പം ജീവിച്ചിരുന്ന പ്രിയപ്പെട്ടവരുണ്ട്. തിരുമേനിയുടെ കുടുംബ പ്രാർത്ഥനാ ശൈലി എന്തായിരുന്നു? തിരുമേനി എങ്ങനെയാണ് ഒരുമിച്ച് പ്രാർത്ഥിച്ചിരുന്നത്? എല്ലാവരോടും ചോദിക്കുകയാണ്, ഇന്ന് വായിച്ച ഭാഗത്തു നിന്ന് എന്ത് കിട്ടി? ഒന്ന് പറയാമോ? ഇന്ന് വായിച്ച ഭാഗത്തു നിന്ന് എന്ത് കിട്ടി എന്നൊരു ചോദ്യമാണ്. നമുക്കെന്ത് കിട്ടും വായിച്ചാൽ? നമ്മൾ വായിക്കുന്ന ഭാഗത്ത് നിന്ന് എന്ത് കിട്ടുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. കർത്താവ് 3 വയസ്സുള്ളവനും 90 വയസ്സുള്ളവനും ഒരുപോലെ സഹചാരിയാണ്. അവൻ, ലെസ്ലി ന്യൂബിഗൻ പറഞ്ഞു, ക്രൈസ്റ്റ് ഈസ് അവർ ഇറ്റേണൽ കണ്ടംപററി. ക്രിസ്തു നമ്മുടെ കാലാതീത സഹചാരിയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞേ, ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയേണ്ട. വേദപുസ്തകത്തിൽ നിന്ന് വല്ലതൊക്കെ പറഞ്ഞങ്ങ് പോയാൽ മതി. ആവശ്യമുള്ള കാര്യമാണ് ഈ പറയുന്നത്. ക്രിസ്തു നമ്മുടെ കാലാതീത സഹചാരിയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പള്ളി പോയി. പള്ളി ചെന്നപ്പം 19-20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി അപ്പൻ കൂടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ്. ഈ 20 വയസ്സുള്ളവൻ മെൻ്റലി ചലഞ്ച്ഡാണ്. അവന് മാനസിക വളർച്ചയില്ല. അവൻ്റെ മെൻ്റൽ ഏജ് 4, അത്രയേ ഉള്ളൂ. 4 വയസ്സുള്ള ഈ മനുഷ്യനെ അപ്പൻ കൊണ്ടുവന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ഇരുത്തുമ്പോൾ, അച്ഛൻ കൊണ്ടുവന്ന് വിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ വായ തുറക്കണമെന്ന് അയാൾക്കറിയാൻ പാടില്ലാത്തത് കൊണ്ട് അപ്പൻ അവൻ്റെ വായ ഇങ്ങനെ പൊളിച്ചു കൊടുക്കണം. അങ്ങനെ വായ പൊളിച്ചു കൊടുക്കുമ്പോൾ അതിനകത്തേക്ക് പള്ളിയിലെ അച്ഛൻ വിശുദ്ധ കുർബാന കൊടുക്കും.
ഞാൻ ഓർത്തു, കർത്താവ് 12 വയസ്സ് കഴിഞ്ഞ് കുർബാന കൊടുക്കത്തുള്ളൂ നമ്മൾ പറഞ്ഞേക്കുന്നത്. അതപ്പം വിവരവും ബോധമൊക്കെ വന്നിട്ട് കുർബാന കൊടുത്താൽ മതിയെന്നുള്ള ഒരു വിചാരമൊക്കെയാണ്. ശരിയാണല്ലേ? ഇച്ചിരി വിവരവും ബോധമൊക്കെ വേണം വിശുദ്ധ കുർബാന. അത് 80 വയസ്സായാലും വേണം. അതിനേക്കാളൊരു 10 വയസ്സൂടെ അങ്ങ് മേളിലോട്ട് പോയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒരു 80 വയസ്സായാലും ആ വിവരവും ബോധമൊക്കെ വേണം. ആ വിവരത്തോടും ബോധത്തോടും കൂടെ വിശുദ്ധ കുർബാന കൈക്കൊള്ളണം. എന്നാൽ ഞാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. അതെന്താണെന്നറിയാമോ? പണ്ഡിതന്മാർക്കും പാമരന്മാർക്കും, വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസമില്ലാത്തവനും, ബാലനും വൃദ്ധനും ഒരുപോലെ എൻ്റെ കർത്താവ് ഒരേ കാലഘട്ടത്തിൽ അവരോടൊപ്പം ജീവിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം നമുക്ക് സ്നേഹിതനാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പള്ളിയിലെ അച്ഛനെ നിങ്ങൾ നീയെന്ന് വിളിക്കത്തില്ല, നമ്മൾ മെത്രാച്ചനെ നീയെന്ന് വിളിക്കത്തില്ല, അവിടുന്ന് അങ്ങുന്ന് എന്നൊക്കെ അങ്ങ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഏത് പ്രായക്കാരനും ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ജോസഫ് മാർത്തോമാ തിരുമേനി വളരെ ശക്തമായി വഴക്ക് പറഞ്ഞിട്ടുള്ള ഒരെണ്ണം, ചിലർ അങ്ങെന്ന് പറഞ്ഞപ്പോൾ ചുങ്കത്തറ കൺവെൻഷൻ ഒരു പ്രാവശ്യം വന്നപ്പോൾ ആരോ അങ്ങെന്ന് പറയുന്ന കേട്ട് തിരുമേനിക്ക് വല്ലാതെ സങ്കടം വന്നു. തിരുമേനി പറഞ്ഞു, ഇതിനകത്തുള്ളതുപോലെ അങ്ങ് പറഞ്ഞു വെച്ചാൽ മതി, ഇത് പറഞ്ഞാൽ മതി. നീ ആകുന്നത് എങ്ങനെയാ? എന്തുകൊണ്ടാണ് നീ ആകുന്നത്? അയ്യോ കർത്താവ് എൻ്റെ പ്രായമാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഒരു ഹല്ലേലൂയ പറയാമോ? ഓ കർത്താവ് നമ്മുടെ പ്രായമാണ്. അവരവരുടെ പ്രായത്തിൽ നമ്മളോട് സംവേദിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. നീ ദുഃഖിച്ചിരിക്കുന്നുവെങ്കിൽ നിന്റെ ദുഃഖം എന്താണെന്ന് ഉള്ളതുപോലെ അറിയാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ലോകത്തിൽ മറ്റാർക്കും മനസ്സിലാകാത്ത കാര്യം എൻ്റെ ദൈവത്തിനറിയാം. കാരണം അവൻ നിന്റെ പ്രായക്കാരനാണ്, അവൻ നിന്നോടൊപ്പം സഞ്ചരിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് ധൈര്യമായി ദൈവത്തിന് സ്തോത്രം പറ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇന്നിവിടെ വന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ആത്മാവുണ്ടെങ്കിൽ, ദുഃഖിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ആത്മാവുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമായി പറയുന്നു, ഹി നോസ് യു. അവന് നിന്നെ അറിയാം, വ്യക്തിപരമായിട്ടറിയാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് തിരുമേനി വേദപുസ്തകം തുറന്നു കൊടുത്തത്. ബൈബിൾ വാസ് ഓപ്പൺ. അത് തുറന്നു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും മനസ്സിലാവുന്ന കർത്താവിനെ പങ്കുവെക്കാനുള്ള സ്വാതന്ത്ര്യമാണ് തിരുമേനിയുടെ കുടുംബ പ്രാർത്ഥനയിലുണ്ടായിരുന്നത്. ദൈവത്തിന് സ്തോത്രം. അവിടെ ആ ഒരു സ്വാതന്ത്ര്യമാണ്, ഈ ഒരു സ്വാതന്ത്ര്യമാണ് മാർത്തോമാ സഭ വിശ്വസിക്കുന്നത്. അത് പറയാനായിട്ടാണ്. അതുകൊണ്ടാണ് 4ാം ക്ലാസ്സുകാരൻ ഉപദേശി MA കാരൻ അച്ഛനേക്കാൾ നന്നായി വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പോൾ സദൃശവാക്യങ്ങളാണ് തുടർച്ചയായി എൻ്റെ അനുദിന മന്നായ്ക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. അതിനകത്ത് മുഴുവൻ പരിജ്ഞാനത്തെക്കുറിച്ചാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണെന്ന് നമ്മളോട് വായിക്കുകയാണ്. ഓൺലി ഇൻ ഡിവോഷൻ ടു ഗോഡ് യുവർ വിസ്ഡം വിൽ ബി എൻഹാൻസ്ഡ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ മാത്രമേ നിൻ്റെ പരിജ്ഞാനം വർദ്ധിക്കുകയുള്ളൂ എന്ന് വേദപുസ്തകം വളരെ ശക്തമായി പറയുകയാണ്. അതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. അതാണ് ഈ ലേ പീപ്പിളിന്, ഈ അൽമായർക്ക് ഇത്രമാത്രം സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു സഭാ സംവിധാനം നമുക്കുള്ളത്. ദൈവത്തിന് സ്തോത്രം. വി ആർ എ ചർച്ച് ഓഫ് ഓപ്പൺ ബൈബിൾ. നമ്മൾ തുറന്ന വേദപുസ്തകത്തിൻ്റെ സഭയാണ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഇന്ന് ഈ മീറ്റിങ്ങിൽ വന്ന് പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ മടങ്ങിപ്പോകുമ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കൊട്ടയ്ക്ക കോറയ്ക്ക പറയുന്ന നമ്മുടെ മക്കളോട് അവരെങ്ങനെയാണ് യേശുവിനെ അറിയുന്നതെന്ന് ചോദിക്കാനുള്ള ഒരു കൃപ നമുക്കുണ്ടാവണം. അതാണ് തിരുമേനി നമ്മെ പഠിപ്പിക്കുന്നത്. എ ഫ്രീഡം ഫോർ ദി ഓപ്പൺ ബൈബിൾ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് തിരുമേനിയുടെ ഈ രൂപാന്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ സംവിധാനത്തിൽ വന്ന ഒരു വലിയ മാറ്റം. ഭരണകർത്താവും ഇടയനും എന്നുള്ള ഒരു ക്രിയാത്മക സംഘർഷം. വെരി ഗുഡ്. മനസ്സിലായോ എന്താ പറഞ്ഞാണ്? ഭരണകർത്താവും ഇടയനും എന്നുള്ള എ ക്രിയേറ്റീവ് ടെൻഷൻ, വളരെ ക്രിയാത്മകമായ ഒരു സംഘർഷം തിരുമേനിക്കുണ്ടായിരുന്നു. ഭരണകർത്താവും ഇടയനും. ഞങ്ങൾ പള്ളിയിലെ അച്ഛന്മാർക്ക് 2 ജോലിയാണ് ഉള്ളത്. ഒന്ന് പള്ളി കുർബാനയും ചൊല്ലണം, പ്രസംഗിക്കുകയും വേണം, പിന്നെ ഇടവക യോഗം അധ്യക്ഷത വഹിക്കുകയും വേണം. അപ്പോൾ കുർബാന കഴിഞ്ഞ് ഇടവയോഗം വരുമ്പോഴത്തേക്ക് കുർബാനയ്ക്ക് 2 ആളുകളല്ല, അവർ തന്നെയാണ് അവിടെ ഇരിക്കുന്നതെങ്കിലും ഇടവയോഗത്തിൽ വരുമ്പം വേറെ ആളുകളാണ്. അപ്പോൾ അവരെ കൈകാര്യം ചെയ്യണം, കുർബാനയും കൈകാര്യം ചെയ്യണം. ഇത് രണ്ടും ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, എ ടെൻഷൻ ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ദ പാസ്റ്റർ. ഇടയനും ഭരണകർത്താവും എന്നുള്ള ഒരു വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അഡ്മിനിസ്ട്രേറ്റർ വേഴ്സസ് പാസ്റ്റർ. Are we the cultic or are we
ദ ഡയക്കോണിക് എന്നൊരു ചോദ്യമാണ്. ആർ വി ദ കൾട്ടിക് ഓർ ആർ വി ദ ഡയക്കോണിക് എന്ന് ചോദിച്ചാൽ നമ്മൾ കേവലം കൾട്ടിൻ്റെ അല്ലെങ്കിൽ ചില ആചാരാനുഷ്ഠാനങ്ങളുടെ ഇരകളാണോ അതോ നമ്മൾ ശുശ്രൂഷകരാണോ എന്നുള്ളൊരു ചോദ്യമാണ്. ഡയക്കോണിക് പ്രീസ്റ്റ്ഹുഡ്, ശുശ്രൂഷ, പൗരോഹിത്യം. സഭയ്ക്ക് നൽകപ്പെട്ട പൗരോഹിത്യം അത് ശുശ്രൂഷ സങ്കല്പത്തിൻ്റേതാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങളെ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കഴുകേണ്ടതാണ്, അല്ലേ? അതാണ് കർത്താവ് പറയുന്നത്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ഏൽക്കുവാനല്ല, പിന്നെ ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി മറുവിലയായി തൻ്റെ ജീവനെ കൊടുക്കുവാനും അത്രേ ലോകത്തിൽ വന്നത്. ഒത്തുതീർപ്പില്ലാത്ത ധാർമ്മിക ബോധം, ഒത്തുതീർപ്പില്ലാത്ത ധാർമ്മിക ബോധം കൊണ്ട് മാത്രമേ ഒരു ഇടയന് തൻ്റെ ജനത്തെ ആത്മീകമായി വളർത്തുവാൻ കഴിയൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഓൺലി വിത്ത് ദാറ്റ് മോറൽ സെൻസിബിലിറ്റി. സെൻസ് വേണം. വേദോസത്തിലെ വാക്യം അറിയത്തില്ലെങ്കിൽ അത് പറയുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത്. സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, സെൻസിബിലിറ്റി വേണം എന്നൊക്കെ പറയും, ഇല്ലയോ പ്രിയപ്പെട്ടവരെ? എ സെൻസിറ്റിവിറ്റി, ഒരു നല്ല സെൻസിറ്റിവിറ്റി, ഒരു ബോധ്യം. എന്തിനെക്കുറിച്ചാണ്? അബൌട്ട് ദ മോറൽ സ്ട്രെങ്ത്. സഭയുടെ ധാർമ്മികമായ ശക്തി, സഭയുടെ ധാർമ്മികമായ ശക്തി, ഒത്തുതീർപ്പില്ലാത്ത ധാർമ്മിക ബോധം. ഞാൻ പറഞ്ഞല്ലോ, പറങ്ങാണ്ടി കോളേജിൽ നിന്നായിരുന്നു ചുങ്കത്തറ കോളേജിനെ പിള്ളേർ വിളിക്കുന്നത്. പറങ്ങാണ്ടിന്ന് ചേർത്ത് പറയത്തില്ല, ഒടുവിലത്തേതേ പറയത്തുള്ളായിരുന്നു. അതുകൊണ്ട് ഞാനത് ഇവിടെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അങ്ങനെയായിരുന്നു പറയുന്നത്. അപ്പോൾ പറങ്ങാണ്ടി കോളേജിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതായത് കാരണം മുഴുവൻ പറങ്കമാവ് തങ്ങിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. പിള്ളേരൊക്കെ ഇടയ്ക്ക് കരിക്കിടാനും ഒക്കെ പോകുമായിരുന്നു എന്നൊക്കെ പറയുന്നത്. അവിടെ കൊച്ചു തെങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ഞാൻ ഈ കഴിഞ്ഞ 3 ആഴ്ചയ്ക്ക് മുമ്പ് ചുങ്കത്തറ പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു, അച്ഛനൊന്ന് വന്നേച്ച് പോകണം കോളേജിൽ. ഞാൻ അവിടെ നിന്ന് പോയി. ഞാൻ കണ്ട കോളേജല്ല ഇപ്പോൾ, ഞാൻ കണ്ട അണ്ടി കോളേജ്, പറങ്ങാണ്ടി കോളേജല്ല ഇപ്പോഴത്തെ കോളേജ്. ഈ കോളേജ് ഇപ്പോൾ ഭയങ്കര സുന്ദരമായ ഒരു കോളേജാണ്. എന്തൊരു മനോഹരമായ കെട്ടിടങ്ങളാണ് അവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. എത്ര പ്രൗഢമായിട്ടുള്ള ബിൽഡിങ്സാണ് അവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കൊച്ചുനാളെന്ന് അവിടെ അച്ഛനായിട്ട് ആദ്യം ചെന്നപ്പോൾ എന്നോട് കോളേജിന് വേണ്ടി പണം പിരിക്കാൻ പോകാൻ പറഞ്ഞു. ഞാൻ പോയി. അങ്ങനെ പോയാണ് ഈ മദ്രാസ് പള്ളിയിൽ, അന്ന് CI ജോർജ് അച്ഛനോട് വികാരിയാണ്, ചട്ട്പട്ട് പള്ളിയിൽ. അപ്പോൾ അച്ഛനോടൊപ്പം അവിടെ ചെന്നപ്പോൾ എന്നോട് അച്ഛൻ വളരെ കാര്യമായിട്ട് എന്നെ സഹായിച്ചതുകൊണ്ട് മദ്രാസുകാർ അന്നത്തെ ഒരു നല്ല തുകയൊക്കെ എനിക്ക് തന്നു വിട്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ആവേശം മൂത്തപ്പോഴാണ് 1990 പണം പിരിക്കാനായിട്ട് ദുബായിൽ പോയത്. ദുബായിൽ ചെന്ന് കഴിഞ്ഞപ്പം നിലമ്പൂരുകാർ ചില സഹോദരന്മാർ അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, കുവൈറ്റിൽ കൂടെ വന്നേച്ച് പോകണമെന്ന്. അപ്പോൾ ഞാൻ കുവൈറ്റിൽ പോയി. ഞാൻ കുവൈറ്റിൽ ചെന്നപ്പം ഞാൻ ചെന്നതിൻ്റെ കൂടെ സദാം ഹുസൈനും വന്നു. അപ്പോൾ അദ്ദേഹം കൂടെ വന്നപ്പം ഒരേ സമയത്ത് 2 ശക്തികൾ ഒരിടത്ത് നിൽക്കുന്നത് നല്ലതല്ലാത്തതുകൊണ്ട് ഞാനൊരു 40 പേരുടെ കൂടെ മരുഭൂമിയിലൂടെ ഓടിപ്പോന്നു. അപ്പോൾ എൻ്റെ പാസ്പോർട്ടിലൊരു റെഫ്യൂജി സ്റ്റാറ്റസ് ഉണ്ട്, അവിടെ നിന്ന് ഓടിപ്പോകുന്നതിൻ്റെ സ്റ്റാറ്റസാണ്. അങ്ങനെ ഓടിപ്പോകുന്ന ഒരു ചരിത്രമുണ്ട്. അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞാൽ എന്തിനാണ് കഷ്ടപ്പെട്ടതെന്നറിയാമോ? പണമില്ല. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ചന്തക്കുന്നിലൊരു നല്ല സാറുണ്ടായിരുന്നു. അദ്ദേഹം ഈ കോളേജ് പണിയാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു കോൺട്രാക്ടറോട് പറഞ്ഞ് കുറച്ച് സിമൻറ്റൊക്കെ ഇറക്കിച്ചു. അന്ന് EJ ജോർജ് അച്ഛൻ, ഈ അടുത്ത സമയത്ത് മരിച്ചുപോയ ബഹുമാനപ്പെട്ട അച്ഛൻ വല്ലാത്ത വഴക്കുണ്ടാക്കി. അച്ഛൻ പറഞ്ഞു, അങ്ങനത്തെ സിമൻറ്റ് ഇവിടെ വേണ്ട. അച്ഛൻ അതിൻ്റെ കൂടെ ഉപയോഗിച്ച മറ്റൊരു വാക്കുണ്ട്, ഇത് ഈശോ തിരുമേനിയുടെ കോളേജാണ്. ഈശോ തിരുമേനിയുടെ കോളേജിൽ അങ്ങനത്തെ സിമൻറ്റ് വേണ്ട. എന്തൊരു ശക്തമായ പ്രസ്താവനയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണമെന്നറിയാമോ? ഒത്തുതീർപ്പില്ലാത്ത ധാർമ്മിക ബോധമാണ്. പ്രൈസ് ദ ലോർഡ്. ഇതാണ് ഇടയൻ. അപ്പോൾ ഏത് സംഘർഷങ്ങളുടെ മധ്യത്തിലും ധാർമ്മിക ബോധത്തിന് ഇടിവ് വരാതിരിക്കുവാനുള്ള പൂർണ്ണമായിട്ടുള്ളൊരു സമർപ്പണം തിരുമേനിക്കുണ്ടായിരുന്നു. അതാണ് വ്യക്തിപരമായി എനിക്ക് 2 അനുഭവങ്ങൾ ഞാനൊന്ന് ചേർത്ത് പറയുകയാണ്. ഒരിക്കൽ തിരുമേനി ചെന്നൈ വന്നപ്പോൾ അവിടുത്തെ വലിയ അവിടുത്തെ CLSൻ്റെ ബുക്ക് സ്റ്റാളിൽ പോയി. എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ തിരുമേനിയോടൊപ്പം. തിരുമേനി പുസ്തകങ്ങളുടെ റാക്കുകളുടെ ഇടയിലൂടെ നടന്ന് പുസ്തകം സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ എനിക്കുണ്ടോ പുസ്തകം വല്ലതും അറിയാം. തിരുമേനി ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ നോക്കിയെടുക്കുന്നു. ആ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, അച്ഛനും ഒരു പുസ്തകം എടുത്തോ.
അപ്പോൾ ഞാൻ തിരുമേനിയുടെ കൂടെ നടന്ന് തിരുമേനി എടുത്ത ഒരു പുസ്തകം തന്നെ ഞാനും എടുത്തു, വായിക്കാമല്ലോ എന്ന് വിചാരിച്ച്. അത് 9 o'clock in the morning എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. രാവിലെ 9 മണി എന്നൊരു പുസ്തകം. അത് കരിസ്മാറ്റിക് ഹോളി സ്പിരിറ്റിൻ്റെ ഈ കരിസ്മാറ്റിക് എക്സ്പ്രഷൻസിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ബുക്കായിരുന്നു. അത് കഴിഞ്ഞ് തിരുമേനി എനിക്കത് സൈൻ ചെയ്തു, അത് തന്നു. എൻ്റെ കയ്യിലിപ്പോഴും അതുണ്ട്. തിരുമേനി സൈൻ ചെയ്ത് തന്ന ആ പുസ്തകം. ഞാൻ പറഞ്ഞ് ഒരച്ഛൻ കൂടെ പോകുമ്പോൾ, ഒരു കൊച്ചച്ഛൻ, അച്ഛൻ വളരണമെന്നും അച്ഛൻ വായിക്കണമെന്നും ധ്യാനിക്കണമെന്നും ഒക്കെ താല്പര്യം ഈ ബിഷപ്പിനുണ്ടായി. അതാണ് അദ്ദേഹം വലിയ ഇടയനായ, എന്നെ സംബന്ധിച്ചോളം വലിയ ഇടയനായ, പുസ്തകം വാങ്ങിത്തന്ന തിരുമേനി. പിന്നെ കോളേജിൽ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കോളേജിൽ വന്നപ്പം എന്നെ വിളിച്ചു, അച്ഛൻ ഇങ്ങ് വന്നേ. ഞാൻ ചെന്നു. അച്ഛൻ്റെ ശുശ്രൂഷയെക്കുറിച്ച്, കോളേജിലുള്ള ശുശ്രൂഷയെക്കുറിച്ച് അച്ഛൻ്റെ അഭിപ്രായം എന്താ? ഡു യു തിങ്ക് ഇറ്റ് ഈസ് സാറ്റിസ്ഫാക്ടറി? ഡു യു തിങ്ക് ഇറ്റ് ഈസ് റിവാർഡിങ്? അത് റിവാർഡിംഗ് ആണ്, അച്ഛൻ്റെ വിളിക്ക്, അച്ഛൻ്റെ നിയോഗത്തിന് യോജിക്കുന്നതാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ അച്ഛൻ വിട്ടേച്ച് പോകണം. ഓ, എന്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്! ഇല്ലെങ്കിൽ അച്ഛൻ വിട്ടേച്ച് പോകണം. അത് വിട്ടിട്ട് പോകണം എന്ന് പറയുകയാണ്. ഏത്? ഈ നിയോഗം, അച്ഛനെ വിളിച്ച നിയോഗത്തിന് യോജിക്കുന്നതല്ല എന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ വിട്ടിട്ട് പോകണം എന്ന് പറയുക. അതായത് ശുശ്രൂഷയെക്കുറിച്ച് ഒരാത്മവിമർശനം നടത്തിക്കൊള്ളാൻ പറയുക. ടു ഹാവ് എൻ ഇൻട്രോസ്പെക്ഷൻ, ടു ഹാവ് എ ക്രിട്ടിക്കൽ സെൽഫ് ഇവാലുവേഷൻ, സ്വയമായി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ. ഞാൻ ഓർത്തിട്ടുണ്ട്, ഇപ്പോഴാരാണ് അങ്ങനെയൊക്കെ ചോദിക്കുക? ചോദിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിട്ടിക്കൽ സെൽഫ് ഇവാലുവേഷനാണ് വെദർ യുവർ മിനിസ്ട്രി ഈസ് റിവാർഡിങ് ഓർ സാറ്റിസ്ഫൈയിങ് എന്നൊരു ചോദ്യം. പ്രൈസ് ദി ലോർഡ്. ഇതായിരുന്നു തിരുമേനിയിലെ ഇടയൻ. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ പ്രൈസ് ദി ലോർഡ് പറയാതെ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. 4-മതൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ച പറ്റുമല്ലോ, അതുകൊണ്ടാണ്. 4-മത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മുട്ടിന്മേൽ നിന്ന് വിജയം നേടുക എന്നുള്ളതാണ് ആധ്യാത്മികതയുടെ ശൈലി എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. പ്രയറാണ്, പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഫെയ്ത്ത് ഇൻ ആക്ഷനാണ്. വിശ്വാസം പ്രവൃത്തിയിൽ വരികയാണ്. അതിന് പ്രാർത്ഥിക്കണം എന്നാണ്. ചുങ്കത്തറയിലെ കോളേജ്, കാസർഗോഡ് ബദിര വിദ്യാലയം, ഇത് രണ്ടും സഭയിൽ തലയെടുപ്പുള്ള 2 സ്ഥാപനങ്ങളായി നിൽക്കുന്നുവെങ്കിൽ, വെരി ഹംബിൾ ബിഗിനിങ്സ്, വളരെ ചെറിയ തോതിൽ ആരംഭിച്ച ഈ പ്രസ്ഥാനം കാശ് പിരിക്കാൻ തിരുമേനി മിടുക്കനായതുകൊണ്ടല്ല കോളേജ് നന്നായത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. പണപ്പിരിവിന് സമർത്ഥനായതുകൊണ്ടുമല്ല, അങ്ങനെയുള്ള ബന്ധങ്ങളെ ഉപയോഗിച്ചതുകൊണ്ടുമല്ല. എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള അധ്യാപക വൃന്ദത്തെ ഒരു ദിവസം ഈ പഴയ സെമി പെർമനൻറ്റ് ബിൽഡിങ് മാത്രമല്ല അവിടെ തിരുമേനി വിളിച്ചു കൂട്ടുക. നിങ്ങൾ പറ, ഈ കോളേജിന് എത്ര രൂപ വേണം? ഇപ്പം നമുക്കെല്ലാം കൂടെ എന്തുമാത്രം കാശുണ്ടെങ്കിൽ നമുക്കിത് പണിയാം. അപ്പോൾ എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾ പറയുകയാണ്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യം, അവിടെ ലാബ് വേണം, അവിടെ അത് വേണം, ഇവിടെ അത് വേണം, അവിടെ അത് വേണം, ലൈബ്രറിക്ക് അത് വേണം, കെട്ടിടങ്ങൾ വേണം, നിന്ന് തിരിയാൻ സ്ഥലമില്ല, നമുക്കിതെല്ലാം വേണം എന്നൊക്കെ പറയുമ്പോൾ തിരുമേനിയുടെ നിഷ്കളങ്കത, ഹല്ലേലൂയ, തിരുമേനിയുടെ നിഷ്കളങ്കത. ഞാൻ ഓർത്തിട്ടുണ്ട്, എൻ്റെ അടുത്ത് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുമായി വരുന്ന ആളുകളോട് ആ നിഷ്കളങ്കതയിൽ സംസാരിക്കാൻ എനിക്ക് ദൈവം കൃപ തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് എത്ര ലക്ഷം വേണമെന്ന്. അന്ന് ലക്ഷമേ ഉള്ളൂ, കോടി വരെ ആയിട്ടില്ല. ഇപ്പോഴാണ് മുഴുവൻ കോടി ആയതും കോടി പുതപ്പിക്കുന്നതും. മുഴുവൻ കോടിയാണ്. പള്ളിയൊക്കെ മുഴുവൻ കോടികളാണ്. കോടികളൊക്കെ ഉള്ള പള്ളി പണിത് കഴിയുമ്പം അവിടെ കോടി പുതപ്പിച്ചാൽ മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് വരികയാണ്. അങ്ങനെ ആയിട്ടുണ്ട് നമ്മൾ. എന്നാൽ അന്ന് ലക്ഷങ്ങളാണ്. എത്ര ലക്ഷം വേണമെന്ന് നമുക്ക് അപ്പച്ചനോട് ഒന്നിച്ച് ചോദിക്കണമെന്ന്. ഇതാ, നമുക്ക് എത്ര ലക്ഷം വേണമെന്ന് സ്വർഗത്തിലെ അപ്പച്ചനോട് നമുക്ക് ഒരുമിച്ച് ചോദിക്കാമെന്ന് പണ്ഡിതന്മാരായ അധ്യാപകരോട് പറയുക. റാങ്കുകാരാ ഇരിക്കുന്നതൊക്കെ നമുക്ക് അപ്പച്ചനോട് ചോദിക്കാം. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിനോട് ചോദിക്കുമ്പോൾ ചെറുതായിട്ട് ചോദിക്കേണ്ട, നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞങ്ങ് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ സാറുമാരെ കൊണ്ട് ഇതിൻ്റെ ആവശ്യങ്ങളൊക്കെ പറയിച്ച് തിരുമേനി പ്രാർത്ഥിക്കുകയാണ്. പ്രചോദനത്തിൻ്റെ വറ്റാത്ത ഉറവയാണ്. പ്രിയപ്പെട്ടവരെ, തിരുമേനി ഗ്രാമവികസനത്തിൻ്റെ കോളേജാണ് ചുങ്കത്തറ കോളേജ് അല്ലേ? ഞാൻ ഇവിടെ പറഞ്ഞു തിരുമേനി ഗ്രാമവികസനത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആകാനായിട്ടാണ് ജപ്പാനിൽ പഠിക്കാൻ പോയതല്ലേ? അതുകൊണ്ട് ചുങ്കത്തറ കോളേജിന് ഒരു എപ്പിറ്ററ്റ് ഉണ്ട്, കോളേജ് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ്, ഗ്രാമവികസനത്തിന് വേണ്ടിയുള്ള ഒരു കലാലയം എന്ന്.
തിരുമേനി ഗ്രാമവികസനത്തിന് വേണ്ടിയുള്ള ഒരു കലാലയം എന്നതിന് പേര് കൊടുത്തത് കൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, ജർമ്മനിയിലുള്ള ഒരു പ്രാവശ്യം ഒരു സന്ദർശനത്തിന് പോകുമ്പോൾ നമ്മുടെ കാർഡിനും മറ്റും അന്ന് ഫൈനാൻസ് ചെയ്തുകൊണ്ടിരുന്ന EZD എന്ന ഏജൻസിയുടെ തലസ്ഥാനത്ത് തിരുമേനി പോയി അവരെ കണ്ടതും ആവശ്യങ്ങൾ പറഞ്ഞതും, ഇത് ഗ്രാമവികസനത്തിന് വേണ്ടിയുള്ള ഒരു കലാലയമാണ്, നിങ്ങളൊന്ന് വരണം, നിങ്ങളൊന്നൊന്ന് നോക്കണമെന്നൊക്കെ പറഞ്ഞു. EZDയുടെ ഒരു ടീം വന്നു. അവർ നമുക്ക് തന്ന പണം കൊണ്ടാണ് ഇന്ന് ചുങ്കത്തറ കോളേജിൻ്റെ മനോഹരമായ സൗധങ്ങൾ ഉയർന്നു നിൽക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നോട് കൂടെ ദൈവത്തിനൊരു സ്തോത്രം പറ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, പ്രാർത്ഥന മലകളെ മാറ്റും. Either the mountain will be removed or you will be enabled to tide over this mountain. ഒന്നുകിൽ ഈ പർവ്വതം മാറിപ്പോകും, അല്ലെങ്കിൽ ആ പർവ്വതം കയറുവാനുള്ള ശക്തി നമ്മുടെ കാലുകൾക്ക് ദൈവം നൽകും. ദൈവത്തിന് സ്തോത്രം. അത് സാധിച്ചെടുത്തത് തിരുമേനിയുടെ പ്രാർത്ഥന കൊണ്ടാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അച്ഛാ, അതിൻ്റെ ബാക്കി ഇംഗ്ലണ്ടിലുമുണ്ട് എനിക്ക് പറയാൻ അനുഭവം. പ്രാർത്ഥിച്ചതാണ് ദൈവസന്നിധി. തിരുമേനിയാണ് പ്രചോദനം. തണുത്തുറഞ്ഞു കിടക്കുന്ന ഒരു ഹോളിനകത്തിരുന്നു കൊണ്ട് എങ്ങനെ ഇതിൻ്റെ ഈ മുഴുവൻ ബാങ്ക് ഇൻഡെംനിറ്റിയും കൊടുത്തു തീർക്കും എന്നുള്ളൊരു ഭയത്തോടു കൂടെ കുറച്ച് പേരെ ഒരുമിച്ച് കൂട്ടിയിരുത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായം കാണിച്ചു തന്നു. അതിനകത്ത് എഴുതി, ദൈവത്തിൻ്റെ ആലയമുള്ള അവൻ്റെ പാദസ്ഥാനമുള്ള ഈ സ്ഥലം വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് പൈനും പുന്നയും ലെബാനോൻ്റെ സമ്പത്തും ഇങ്ങോട്ട് ഒഴുകുമെന്ന്. ഹല്ലേലൂയ. അതാണ് ഇന്ന് ഹൗൺസ്ലോയിൽ സമീപത്തുള്ള ആ കെട്ടിടത്തിൻ്റെ, ആ പള്ളിക്കെട്ടിടത്തിൻ്റെ ആധാരം. പ്രിയപ്പെട്ടവരെ, അവിടെ ഹൗൺസ്ലോ കൗൺസിലും പിന്നെ ഹൗൺസിൽ നടത്തിയ മറ്റൊരു ചാരിറ്റി ഡിപ്പും നമുക്ക് ഒന്നാമത്തെ നറുക്കെടുപ്പ് വന്നപ്പോൾ അതിനോട് ചേർന്ന് അവർ നമുക്ക് ഒരു 80,000 പൗണ്ട് കൂടെ തന്നപ്പോൾ, അത് പിന്നെ കൊടുത്തു തീർത്താൽ മതിയെന്ന് പറഞ്ഞു വന്നപ്പോൾ ആ കെട്ടിടം പണിയാനുള്ള കാശ് ദൈവം തന്നു. ഞാൻ അവിടെ നിന്ന് പണിയിച്ചില്ല, ഞാൻ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ അത് പണിതത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അതെൻ്റെ തിരുമേനി പഠിപ്പിച്ചതാണ്. താണിരുന്ന് പ്രാർത്ഥിച്ചോളാൻ, താണിരുന്ന് പ്രാർത്ഥിച്ചോളാൻ. ഇന്ന് ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, എന്തിനാ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്? എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കാൻ വന്നത്? വി നോ ദ ട്രഷറി ഈസ് ഓഫ് അബൻഡൻസ്. സ്വർഗത്തിൻ്റെ ഭണ്ഡാരം സമൃദ്ധമാണ്. സ്വർഗത്തിൻ്റെ അപ്പൻ ഈ ഭണ്ഡാരം തുറന്നാൽ നമ്മുടെ സകല ബുദ്ധിമുട്ടുകളും മാറുവോളം മതിയാവോളം തരാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. മുട്ടിന്മേൽ നിന്ന് വിജയം നേടുന്ന പ്രാർത്ഥനാ ശൈലിയാണ് പ്രിയപ്പെട്ട തിരുമേനിയുടേത്. എൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ CJ ജോൺ സാർ അന്ന് ഈ വലിയ ബുദ്ധിമുട്ടിൻ്റെയും പ്രയാസത്തിൻ്റെയും മധ്യത്തിലൂടെ പോകുമ്പോൾ അദ്ദേഹം എന്നോടൊരിക്കൽ പറഞ്ഞു, അച്ഛാ, ഞാൻ വല്ലാതെ വിഷമിക്കുമ്പോൾ ഞാനങ്ങ് കുന്നംകുളത്ത് പോകും. കുന്നംകുളത്ത് തിരുമേനിയുടെ അടുത്ത് പോകും. അവിടെ ചെല്ലുമ്പോൾ തിരുമേനി മുറിയിൽ കയറ്റി എന്നെ വിളിച്ചിരുത്തി പ്രാർത്ഥിക്കും. അതെനിക്കൊരു ICU പോലെ, ICU അല്ല ICU, ഏതാ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് കിടക്കുന്ന പോലെ എനിക്ക് ജീവൻ അന്നേരമാണ് കിട്ടുന്നത്. തിരുമേനിയുടെ കൂടെ പ്രാർത്ഥിച്ച് വരുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോയതുപോലെ തോന്നും. ഞാനിങ്ങനെ തിരിച്ചു പോരും. എന്നെ ജീവിപ്പിച്ചതൊക്കെ തിരുമേനിയുടെ പ്രാർത്ഥനയാണെന്ന് പ്രിൻസിപ്പൽ സാർ പറഞ്ഞു. രണ്ടുപേരും ലോകത്തിൽ നിന്ന് കടന്നുപോയി. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇനി ഒരു വാക്യം ഞാൻ പറയുക. ദൈവിക ശുശ്രൂഷയ്ക്ക് ദൈവിക ശൈലി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ദാറ്റ് ബിക്കംസ് മാമോനിക്, അല്ലെങ്കിൽ അത് മാമോൻ്റെ സേവയായിട്ട് മാറും. ദൈവത്തിന് വിരുദ്ധമായിട്ട് ഒരു വാക്കേ വേദപുസ്തകം പറയുന്നുള്ളത് മാമോനാണ്. ദൈവത്തിൻ്റെ ശുശ്രൂഷ ദൈവത്തിൻ്റെ ശൈലിയിൽ ദൈവഹിതപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ അത് മാമോനിക്കായിട്ട് മാറും എന്നുള്ളത് നമ്മൾ ഓർക്കുക. അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് KM ജോർജ് അച്ഛൻ്റെ ഒരു കോട്ട, ഞാൻ ഈ അടുത്ത സമയത്ത് വായിച്ച പുസ്തകമായതുകൊണ്ടൊക്കെയാണ് ഞാൻ അച്ഛനെ ധാരാളമായിട്ട് ഇവിടെ ഉദ്ധരിക്കുന്നത്. അച്ഛൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അവസാനം, എനിക്കത് വളരെ ബോധിച്ചത് കൊണ്ടാണ് ഞാൻ എഴുതിയിട്ടത്. ദൈവരാജ്യത്തിൻ്റെ ചില മൂല്യങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നത് മൂലം ഏതെങ്കിലും ഒരു സഭയുടെ ഭൗതികമായ സമ്പത്തുകളും ആസ്തികളും ഇല്ലാതാവുന്ന സാഹചര്യമുണ്ടായാൽ അതിലപ്പുറം ഒരു ദൗത്യം ക്രിസ്തുവിൻ്റെ സഭയായ ശരീരമായ സഭയ്ക്കില്ല. അതിലപ്പുറം ഒരു ദൗത്യം ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയ്ക്കില്ല. നിൻ്റെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് അപ്പോഴാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ സ്പിരിച്വൽ സ്പേസ് ദീപ്തമാകും. ഹല്ലേലൂയ. നമ്മുടെ സ്പിരിച്വൽ സ്പേസ് ദീപ്തമാകും. നമ്മുടെ ആത്മീയ ഇടങ്ങൾ പ്രകാശമാനമാകും.
എപ്പോഴാണെന്നറിയാമോ? ദൈവരാജ്യത്തിൻ്റെ ശൈലിയിൽ നമ്മൾ നിൽക്കുമ്പോൾ. ഇത് മാത്രമാണ് ദൈവരാജ്യത്തിൻ്റെ ശൈലി, ഇതിനപ്പുറത്ത് വേറെ ഒന്നില്ല എന്ന് പറയുകയാണ്. ചുങ്കത്തറ കോളേജ് പ്രീ ഡിഗ്രിയുടെ കോളേജായി ദീർഘവർഷങ്ങൾ നിലനിന്നു. ദീർഘവർഷങ്ങൾ, അതുകൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, ചെപ്പം നിർത്തിയേക്കാം. ദീർഘവർഷങ്ങൾ നിലനിന്നു. എന്താ കാരണമെന്നറിയാമോ? ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നതുകൊണ്ട് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. കുറേയേറെ കാലം അങ്ങനെ വന്നു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ ആളുകളെ കോളേജിൽ നിയമിക്കണം എന്നാവശ്യപ്പെട്ട് തിരുമേനിക്ക് ഫോൺ ചെയ്യുമ്പോൾ തിരുമേനി പറയും, നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇതിനകത്ത് ഇടപെടരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇടപെടരുത് എന്ന് പറഞ്ഞതിൻ്റെ വാശി, അതിൻ്റെ വൈരാഗ്യം തീർക്കാൻ കുറേയേറെ കാലം നമ്മുടെ കോളേജ് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടില്ല. KM ജോർജ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അവിടെയാണ് ഞാൻ കണ്ടത്. എന്ത്? ദൈവരാജ്യത്തിൻ്റെ ചില മൂല്യങ്ങളിൽ നിലനിൽക്കുന്നത് നിമിത്തം സഭയുടെ ആസ്തിയോ സ്വത്തോ നഷ്ടപ്പെട്ട, അതിൻ്റെ നിമിത്തം നഷ്ടപ്പെട്ടാൽ നമുക്കൊന്നും പേടിക്കണ്ട, അവിടെ ദൈവരാജ്യത്തിന് റൂമുണ്ട്. ഹല്ലേലൂയ. ഞാൻ അവസാനിപ്പിച്ചു. 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുണ്ട് ഞാൻ വിചാരിക്കുന്നു. ഒത്തിരി കാര്യം അച്ഛൻ പറഞ്ഞു, ഇതെല്ലാം കൂടെ ഓർത്തിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ? 4 ക്യാപ്ഷൻസ്, 4 പ്രധാനപ്പെട്ട ക്യാപ്ഷൻസാണ്. 1, ഓപ്പൺ ഫോർ ദി സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിന് തുറന്നു വെച്ച് കൊടുക്കുക. 2, വേദപുസ്തകം തുറന്ന പുസ്തകമാക്കുന്നതിനുള്ള ധീരത ഉണ്ടാക്കുക. 3, ഭരണകർത്താവും ഇടയനും എന്നുള്ള ശുശ്രൂഷയിൽ ഇടയൻ്റെ ഭാവം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. നമുക്കെല്ലാവർക്കും ഒരു ഇടയ ശുശ്രൂഷയുണ്ട് കേട്ടോ. വീട്ടിൽ അപ്പനും അമ്മയ്ക്കും ഒക്കെ ആ ഇടയ ശുശ്രൂഷയാണ്. അധികാരത്തിൻ്റെ മേഖലകൾ നമുക്കെല്ലാം ഉണ്ട്. ആ മേഖലകളൊക്കെ ദൈവഭാവം നഷ്ടപ്പെടുത്താതെ ഇരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സർവോപരി പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൂടെ പറഞ്ഞോ? ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, സകല ചരാചരത്തിൻ്റെയും ഉടമസ്ഥനായ ദൈവം, സകലവും തൻ്റെ കൈക്കീഴിൽ വച്ചിരിക്കുന്ന ദൈവം തൻ്റെ മക്കളെ മാനിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, തിരുമേനിയുടെ ഓർമ്മയുമായി നിൽക്കുന്ന ഈ നല്ല മുഹൂർത്തത്തിൽ ഞാൻ പറയുകയാണ്, മൈ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. എൻ്റെ ദൈവം വിശ്വസ്തനാണ്, മാറ്റമില്ലാത്തവനാണ്. ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ വിശ്വാസമുള്ളവരായിരിക്കുന്നതാണ് നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പം പോകുന്നുടനെ, തിരിച്ചു പോകുന്നുടനെ പറഞ്ഞുകൊണ്ട് പോകാനായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയുകയാണ്. ഫെയ്ത്ത് ഈസ് അവർ ഫെയ്ത്ത് ഇൻ ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്. ഫെയ്ത്ത് ഈസ് അവർ ട്രസ്റ്റ് ഇൻ ദ ട്രസ്റ്റ് വർത്തിനെസ് ഓഫ് ഗോഡ്. വിശ്വാസം എന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയിലുള്ള നമ്മുടെ വിശ്വാസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എൻ്റെ കൂടെ നമ്മൾ ആദ്യം പാടിയ പാട്ടൊന്നുകൂടെ പാടാം. വിശ്വാസത്തിൻ്റെ നായക, ഈ നിൻ്റെ യോദ്ധാവേ, വിശ്വസ്തനായി കാക്കുക നല്ല അന്ത്യത്തോളം. ഈശോ തിരുമേനിയെക്കുറിച്ച് ഉള്ള വിചാരത്തിൻ്റെ മുഖവരിയായിട്ടാണ് ഞാൻ പറഞ്ഞതെങ്കിലും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഈ കൂട്ടായ്മയിൽ തിരുമേനിയെ അനുസ്മരിച്ച ദൈവമക്കൾ ഒരുമിച്ച് പറയണം, വിശ്വസ്തനായി കാക്കുക ഈ നിൻ്റെ യോദ്ധാവേ നല്ല അന്തത്തോളവും. ഹല്ലേലൂയ. നമുക്കൊരു കരിസ്മാറ്റിക് എക്സ്പ്രഷനുള്ള ഒരു കൂട്ടായ്മയാണല്ലോ പ്രിയപ്പെട്ടവരെ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ വിനയപ്പെടുത്താം. നമ്മൾ പാടാം, വിശ്വാസത്തിൻ്റെ നായക ഈ നിൻ്റെ യോദ്ധാവ്. ആരുടെ കാര്യമാണ് ഈ നിൻ്റെ യോദ്ധാവ്? ഞാനും നിങ്ങളുമാണ്. നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ടങ്ങ് പാടിക്കോ. വിശ്വാസത്തിൻ്റെ നായക ഈ നിൻ്റെ യോദ്ധാവേ, വിശ്വസ്തനായി കാക്കുക നല്ലന്ത്യത്തോളമേ. ഹല്ലേലൂയ. നല്ല പൊരുതും ഞാൻ എൻ ക്രിസ്തുനാമത്തിൽ വാടാക്കിരീടം പ്രാപിപ്പാൻ ധന്യരാജ്യത്തിൽ.